ഹരേ രാമ 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 ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ കൃഷ്ണ 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 ഹരേ കൃഷ്ണ. ശ്രീ ശ്രീ രാധാഗോവിന്ദ് ടെമ്പിൾ ഇസ്കോൺ ബാംഗ്ലൂരിന്റെ ഭക്തിശാസ്ത്രി ക്ലാസ്സിൽ എല്ലാവർക്കും സ്വാഗതം. ഹരേ കൃഷ്ണ. കേൾക്കുന്നുണ്ടല്ലോ മാതാജി? ഓക്കെ മാതാജി, കേൾക്കാം മാതാജി. ഹരേ കൃഷ്ണ. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനാശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരുവേ നമഃ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനേതി നാമിനെ. നമസ്തേ സരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മൾ ഇന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മന്ത്രം, ധ്യാന മന്ത്രവും ഒന്നാമത്തെ മന്ത്രവും കണ്ടു. അപ്പൊ നമുക്ക് പഠിക്കാനുള്ള ശ്ലോകങ്ങൾ ഈ ഇന്നലെ പഠിച്ച 2 മന്ത്രങ്ങളാണ് നമുക്ക് കാണാതെ പഠിക്കാനുള്ളത്. ശ്ലോക ടെസ്റ്റിനുള്ളത് ധ്യാന മന്ത്രം, പിന്നെ നമ്മുടെ ആദ്യത്തെ മന്ത്രം. അപ്പൊ ആരെങ്കിലും ഒരാൾ ആ ധ്യാന മന്ത്രം ഒന്ന് ചൊല്ലാമോ? ധ്യാന മന്ത്രം. ഓം പൂർണ്ണമദ. ചൊല്ലട്ടെ മാതാജി? ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഹരേ കൃഷ്ണ. ഇനി രണ്ടാമത്തെ മന്ത്രം ഒന്ന്, വേറെ ആരെങ്കിലും മന്ത്രം ഒന്ന് ചൊല്ലിക്കോ? ഈശാവാസ്യമിദം സർവം യത്കിഞ്ച ജഗത്താം ജഗത് തേന തക്തേന ഭുഞ്ജീതാം മാ കൃതകസ്യ സിദ്ധനം. ഹരേ കൃഷ്ണ. അപ്പൊ ഈ 2 മന്ത്രങ്ങളാണ് നമുക്ക് ശ്ലോക ടെസ്റ്റിനുള്ളത്. ഇന്ന് നമുക്ക് രണ്ടാമത്തെ മന്ത്രത്തിലേക്ക് കടക്കാം. സ്ലൈഡിനകത്തില്ല, അപ്പൊ ബുക്കിൽ നോക്കിക്കോളൂ. 21ാമത്തെ പേജിലാണ് മന്ത്രം 2. ചൊല്ലാൻ പറ്റുമോ വേറെ ആരെങ്കിലും? നോക്കി. ഹരേ കൃഷ്ണ മാതാജി. ഉഷ മാതാജിയാണോ? ഉഷ മാതാജി ചൊല്ലിക്കോ. മന്ത്രം 2. കുർവന്നേവേഹ കർമാണി ജിജീവിഷേച്ഛദം സമാഹ ഏവം ത്വയി നാന്യഥേദോസ്തി ന കർമ്മ ലിപ്യതേ നരേ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. കുർവന്നേവേഹ കർമാണി ജിജീവിഷേച്ഛദം സമാഹ ഏവം ത്വയി നാന്യഥേദോസ്തി ന കർമ്മ ലിപ്യതേ നരേ. ഹരേ കൃഷ്ണ. അപ്പൊ ഈ ശ്ലോകത്തിൽ പറയുന്നത് നമുക്ക് നോക്കാം. അപ്പോ ഈ 2-3 മന്ത്രങ്ങൾ എന്താന്ന് വെച്ചാൽ, നമ്മൾ ഒന്നാമത്തെ മന്ത്രത്തിൽ പറഞ്ഞു നമ്മൾ ഈശാവാസ്യം അനുസരിച്ച് ജീവിക്കണം. ഈശാവാസ്യം എന്ന് പറഞ്ഞാൽ എല്ലാത്തിന്റെ നിയന്താവും എല്ലാത്തിന്റെ ഉടമസ്ഥനും ഭഗവാനാണെന്ന് മനസ്സിലാക്കുന്നു. കൂടാതെ അവനവന് അർഹിക്കപ്പെട്ടത് സ്വീകരിക്കുക, മറ്റുള്ളവന്റെ എടുക്കരുത്. ഇതാണ് ഈശാവാസ്യം അനുസരിച്ച് ഉള്ള പ്രിൻസിപ്പിൾ. അപ്പൊ ഈശാവാസ്യം അനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് എന്ന് രണ്ടാമത്തെ മന്ത്രത്തിലും, ഈശാവാസ്യത്തിന് എതിരായിട്ട് ജീവിക്കുമ്പോൾ എങ്ങനെയാണെന്ന് മൂന്നാമത്തെ മന്ത്രത്തിലും പറയുന്നു. നമ്മൾ ഇന്ന് മന്ത്രം 2ഉം 3ഉം നോക്കുന്നു. അപ്പൊ രണ്ടാമത്തെ മന്ത്രത്തിൽ പറയുന്നത്, ഈ വിധത്തിൽ പ്രവൃത്തി തുടരുന്ന ഒരുവൻ. ഈ വിധത്തിൽ എന്ന് പറഞ്ഞാൽ ഏത് വിധത്തിൽ? ഒന്നാമത്തെ മന്ത്രത്തിൽ പറഞ്ഞ വിധം. അതായത് ഈശാവാസ്യം അനുസരിച്ച് ജീവിക്കുന്ന ഒരുവൻ, അതാണ് ഈ വിധത്തിൽ. ഈ വിധത്തിൽ പ്രവൃത്തി തുടരുന്ന ഒരുവൻ 100 കണക്കിന് വർഷം ജീവിക്കാൻ ആഗ്രഹിച്ചേക്കാം. കാരണം ഇത്തരം പ്രവർത്തനങ്ങൾ അദ്ദേഹത്തെ കർമ്മബന്ധനങ്ങളിൽ തളയ്ക്കുന്നില്ല. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇതല്ലാതെ മറ്റൊരു വഴിയുമില്ല.
അപ്പൊ ഈശാവാസ്യം അനുസരിച്ച് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ അത് നമ്മളെ ബന്ധനത്തിലാക്കില്ല. കർമ്മബന്ധനം വരാത്ത അകർമ്മയാണ് നമ്മൾ അവിടെ ചെയ്യുന്നത്. ഈശാവാസ്യം അനുസരിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കർമ്മമുണ്ട്, വികർമ്മമുണ്ട്, അകർമ്മയുണ്ട്. അപ്പൊ അകർമ്മത്തിൽ ജീവിക്കുക എന്നുള്ളത് ഈശാവാസ്യം അനുസരിച്ച് ജീവിക്കുന്നതാണ്. അങ്ങനെ ജീവിച്ചാൽ കർമ്മബന്ധനം നമ്മളെ തളയ്ക്കില്ല. അപ്പൊ ഒരു മനുഷ്യൻ ചെയ്യേണ്ട ഏറ്റവും നല്ല കാര്യം ഇതാണ് ഒരു മനുഷ്യൻ ചെയ്യേണ്ടത്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇതല്ലാതെ മറ്റൊരു വഴിയില്ല. അപ്പൊ അങ്ങനെയുള്ള വ്യക്തി 100 കണക്കിന് ജീവിച്ചാലും 100 കണക്കിന് വർഷം ജീവിച്ചാലും കുഴപ്പമില്ല. കാരണം ആ വ്യക്തിയെ കർമ്മബന്ധനം ബന്ധിക്കില്ല. നമുക്ക് ഭാവാർത്ഥം നോക്കാം. ഭാവാർത്ഥം ആദ്യത്തെ പാരഗ്രാഫ് ഒന്ന് വായിക്കാമോ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വായിച്ചു. ഒരാളും മരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല, ആകുന്നിടത്തോളം ജീവിക്കാനാണ് ശ്രമിക്കുന്നത്. ഈ പ്രവണത വ്യക്തികളിൽ മാത്രമല്ല സമൂഹത്തിൽ ഒന്നടങ്കം പ്രകടമാകുന്നു. എല്ലാ ജീവിവർഗവും നിലനിൽപ്പിന് വേണ്ടി അത്യധികം പാടുപെടുന്നു. വേദങ്ങൾ ഈ ഭാവം തികച്ചും സ്വാഭാവികമെന്ന് അരുളുന്നു. ജീവസത്തകൾ നൈസർഗികമായി അനശ്വരരാണ്. എന്നാൽ ഭൗതിക ജീവിതവുമായുള്ള ബന്ധനം കാരണം വീണ്ടും വീണ്ടും ശരീരങ്ങൾ മാറേണ്ടി വരുന്നു. ഇതിനെ ആത്മാവിന്റെ ദേഹാന്തരപ്രാപ്തി അഥവാ കർമ്മബന്ധനം എന്ന് വിളിക്കുന്നു. ഒരുവന്റെ കർമ്മത്താൽ അവൻ ഭൗതിക ലോകത്തിൽ തളയ്ക്കപ്പെടുന്നു. ജീവവർഗത്തിന് ജീവിതാവശ്യങ്ങൾ നേടാൻ കർമ്മം കൂടിയേ തീരൂ. കാരണം ഭൗതിക പ്രകൃതിയുടെ നിയമമാണത്. ശാസ്ത്രാനുസൃതമായ നിയത കർമ്മങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാത്ത പക്ഷം അയാൾ പ്രകൃതി നിയമത്തെ ലംഘിക്കുകയും ജനന മരണ ചക്രത്തിൽ കൂടുതൽ ബന്ധിതനായി തീരുകയും ചെയ്യുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? നമ്മള് ദേഹാന്തര പ്രാപ്തി വരുന്നത് എപ്പോഴാണ്? നമ്മൾ കർമ്മബന്ധനത്തിലാകുമ്പോഴാണ്. ഭൗതിക ജീവിതവുമായി ഉള്ള ബന്ധം കാരണമാണ് നമ്മൾ കർമ്മങ്ങൾ ഇങ്ങനെ ചെയ്തു കൂട്ടുന്നത് കൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും അടുത്ത ശരീരത്തിലേക്ക് മാറുന്നത്. അപ്പോ ഏതൊരു മനുഷ്യനും മരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എത്ര വർഷം ജീവിക്കാൻ അല്ലേ? മരണം ആരും ആഗ്രഹിക്കുന്നില്ല. ഭൗതിക ലോകത്തുള്ള എല്ലാവരും എനിക്ക് ഇനിയും കൂടുതൽ നാള് ജീവിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ ഒരുപാട് ക്ലേശങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ജനന മരണം ഉണ്ട്, ആദിഭൗതിക ആദിദൈവിക ഇതൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല. കാരണം അത്രയും ബന്ധനസ്ഥരാണ് നമ്മൾ ഈ ഭൗതിക ലോകവുമായിട്ട്. ആ ബന്ധം ഉള്ളത് കൊണ്ട് നമ്മൾ വീണ്ടും വീണ്ടും അടുത്ത ശരീരത്തിലേക്ക് പോകുന്നു. അങ്ങനെ അവൻ കർമ്മം ചെയ്ത് അടുത്ത ഭൗതിക ലോകത്തിൽ വീണ്ടും വീണ്ടും വരികയാണ്, അതിൽ തളയ്ക്കപ്പെടുകയാണ്. അപ്പോ എപ്പോഴാണ് നമ്മൾ ഭൗതിക ബന്ധനത്തിൽ നിന്ന് മുക്തനാകുന്നത്? ശാസ്ത്രം അനുസരിച്ച് കൃഷ്ണാവബോധത്തിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോഴാണ്. ഈശാവാസ്യം അനുസരിച്ച് എല്ലാ നിയന്താവ് ഈശ്വരനാണെന്നും ഇത് എന്റേതല്ലെന്നും കർമ്മഫലം പ്രതീക്ഷിക്കാതെ നമ്മളുടെ കടമ എന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് അകർമ്മയാകും. അതൊന്നും നമ്മളെ ബന്ധിക്കുന്നില്ല. ഇനി അടുത്ത പാരഗ്രാഫിൽ പറയുന്നത് 3 കർമ്മത്തെ കുറിച്ചാണ്. ഏതാണ്? കർമ്മ, അകർമ്മ, വികർമ്മ. ഇത് ഈ ചാപ്റ്ററിൽ നിന്ന് ക്ലോസ്ഡ് ബുക്കിൽ ചോദിക്കുന്ന ഈ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ ഈ ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യം. അതിന് ഉത്തരമാണ് ഈ 22ാമത്തെ പേജില് 2ാമത്തെ പാരഗ്രാഫ്. 22ാമത്തെ പേജിലെ 2ാമത്തെ പാരഗ്രാഫിൽ പറയുന്നത്. ഇതിൽ ചോദിക്കുന്നത് എന്താണ് കർമ്മ, അകർമ്മ, വികർമ്മ. അപ്പൊ എന്താണ് കർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് നേരത്തെ അറിയാവുന്ന കാര്യങ്ങളാണ്. കർമ്മം എന്ന് പറഞ്ഞാൽ ശാസ്ത്രം അനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുന്നതാണ് കർമ്മം എന്ന് പറയുന്നത്. വേദങ്ങളിൽ എന്താണോ നിർദ്ദേശിച്ചിട്ടുള്ളത്, വേദങ്ങൾ നിർദ്ദേശിച്ച പ്രവർത്തികൾ ചെയ്യുമ്പോൾ കർമ്മങ്ങൾ. പക്ഷേ ഈ കർമ്മം ചെയ്താൽ നമുക്ക് വീണ്ടും ജനിക്കേണ്ടി വരുമോ? കർമ്മഫല സംഘമുണ്ടെങ്കിൽ ജനിക്കേണ്ടി വരും. കർമ്മം എന്ന് പറഞ്ഞാൽ വേദങ്ങളിൽ ഒരുപാട് കാര്യം നിർദ്ദേശിച്ചിട്ടുണ്ട്. വേദങ്ങളിൽ നമുക്ക് എങ്ങനെ ഭൗതികമായിട്ട് കൂടുതൽ സമ്പാദിക്കുന്നത് എങ്ങനെ, എനിക്ക് സൗന്ദര്യം കിട്ടുന്നത് എങ്ങനെ, നല്ല ഭർത്താവിനെ കിട്ടുന്നത് എങ്ങനെ, ഉപരിലോകത്തിൽ പോകാനായിട്ട് എന്തൊക്കെ ചെയ്യണം, ഇതൊക്കെ വേദങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫലം പ്രതീക്ഷിച്ച് നമ്മൾ ഈ വേദങ്ങളിൽ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ജനിക്കേണ്ടി വരും. പക്ഷെ എവിടെ ആയിരിക്കും ജനിക്കുക? നമ്മൾ ഉപരിലോകങ്ങളില്
സ്വർഗലോകത്തോ ചന്ദ്രന്റെ ലോകത്തോ അങ്ങനെയുള്ള ഉപരിലോകം. കാരണം നമ്മൾ വേദങ്ങൾ അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ പ്രവർത്തി ചെയ്യുന്നത് പ്രകാരം അവൻ ജനിക്കും, അവൻ ഉപരിലോകത്ത് ജനിക്കും. ഇനി വികർമ്മം. വികർമ്മം എന്ന് പറഞ്ഞാൽ എന്താ? വികർമ്മം എന്ന് പറഞ്ഞാൽ കർമ്മ വേദങ്ങളെ വേദങ്ങൾ അനുസരിക്കുന്നില്ല. പറയുന്നതിന് ഓപ്പോസിറ്റ് ആയിട്ട് ചെയ്യുന്നതാണ് വികർമ്മം. വേദങ്ങൾക്ക് ഹീനകരമായിട്ടുള്ള സ്വന്തം സ്വാതന്ത്ര്യത്തെ ദുരുപയോഗപ്പെടുത്തി അനുഷ്ഠിക്കുന്ന ഹീന പ്രവർത്തികളാണ് വികർമ്മം എന്ന് പറയുന്നത്. അപ്പൊ വികർമ്മികൾ എങ്ങോട്ട് പോകും? ആസുര ജോനികളിലേക്ക്. ആസുര യോനികളിലേക്ക്, താഴ്ന്ന കുലത്തിലേക്ക്, താഴ്ന്ന ജന്മമായിരിക്കും അവർക്ക് വരിക. ഇനി മൂന്നാമത്തെ കാറ്റഗറിയാണ് അകർമ്മം. അകർമ്മം എന്ന് പറഞ്ഞാൽ അവര് ചെയ്യുന്ന കർമ്മഫലം ആഗ്രഹിക്കാതെ ചെയ്യുന്നു. കർമ്മം അവരെ ബന്ധിപ്പിക്കാത്ത പ്രവർത്തികളാണ്. അതായത് കൃഷ്ണാവബോധ പ്രവർത്തനങ്ങളായിരിക്കും ചെയ്യുക. ഈശാവാസ്യം അനുസരിച്ച് പ്രവർത്തിക്കുന്നത് കൊണ്ട് ജനന മരണ ചക്രത്തിൽ നിന്ന് അവർക്ക് മുക്തരാകാൻ സാധിക്കും. അങ്ങനെയുള്ളവരെവിടെ പോവും? ഭഗവാന്റെ അടുത്ത് പോകാനായിട്ട് അവർക്ക് സാധിക്കും. അവർക്ക് പിന്നെ ഒരു ജനന മരണം ഇല്ലാത്ത ഭഗവത് ധാമത്തിലേക്ക് പോകാൻ സാധിക്കും. അപ്പൊ ഇതാണ് കർമ്മ, അകർമ്മ, വികർമ്മ. അപ്പൊ ബുദ്ധിയുള്ള മനുഷ്യർ എന്താണ് ചെയ്യുന്നത്? പ്രതികരണത്തിന് ഇടവരുത്തുന്ന, അതായത് നമ്മളൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ അതിന്റെ റിസൾട്ട് വരാത്ത രീതിയിൽ നമ്മൾ പ്രവൃത്തി ചെയ്യും. പ്രതികരണത്തിന് ഇടവരുത്തുന്ന സൽപ്രവർത്തികളിൽ നിന്നും ദുഷ്പ്രവർത്തികളിൽ നിന്നും തങ്ങളെ മോചിപ്പിക്കുന്ന കർമ്മങ്ങൾ ചെയ്യുന്നതാണ് വികർമ്മികൾ. വികർമ്മിയല്ല, അകർമ്മികൾ. മോക്ഷത്തിലേക്ക് നയിക്കുന്ന ഇത്തരം കർമ്മമാണ് ഈശോപനിഷത്ത് വിവരിക്കുന്നത്. അപ്പൊ അവര് നൈഷ്കർമ്മ്യം എന്നാണ് അകർമ്മത്തിനെ പറയുന്നത്. നൈഷ്കർമ്മ്യ അവസ്ഥയിലായിരിക്കും. അതാണ് അടുത്ത പാരഗ്രാഫിൽ പറയുന്നത്. അടുത്ത പാരഗ്രാഫിൽ വൈദിക സാഹിത്യത്തിലുള്ള നിർദ്ദിഷ്ട കർമ്മങ്ങൾ അനുസരിക്കാതെ ഒരാൾക്ക് നൈഷ്കർമ്മ്യ അവസ്ഥ പ്രാപിക്കാൻ കഴിയില്ലെന്ന് ഭഗവത്ഗീത പറയുന്നു. അപ്പം വേദങ്ങളിൽ പറഞ്ഞതുപോലെ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പോകണം എന്നാണ് പറയുന്നത്. പക്ഷേ കൃഷ്ണാവബോധ പ്രസ്ഥാനം പ്രഭുപാദര് വെച്ചതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് നാമജപത്തിലൂടെ ഇതിലേക്ക് വരാം. ചില ആൾക്കാർ ഇപ്പം നമുക്കറിയാം, തുടക്കക്കാരടുത്ത് വന്ന് ആദ്യത്തെ ദിവസം തന്നെ നിങ്ങൾ യമനിയമങ്ങൾ 4 പാലിക്കണം, 16 മാല ജപിക്കണം എന്ന് പറഞ്ഞാൽ അവർക്ക് ഒറ്റയടിക്ക് അത് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അവരടുത്ത് പയ്യെ പയ്യെ അവരപ്പ ചെയ്യുന്ന പ്രവർത്തികൾ എല്ലാം ചെയ്തോട്ടെ, പക്ഷെ അതിന്റെ കൂട്ടത്തിൽ നിങ്ങൾ നാമം ജപിച്ചോളൂ എന്ന് പറയുന്നു. അങ്ങനെ ക്രമേണ ഒരാളെ ഇതിലേക്ക് ഉയർത്താൻ സാധിക്കുള്ളൂ. അപ്പൊ നൈഷ്കർമ്മ്യ അവസ്ഥയിലേക്ക് വരണമെങ്കിൽ ആദ്യം വൈദിക സാഹിത്യത്തിൽ പറഞ്ഞ നിർദ്ദിഷ്ട കർമ്മങ്ങൾ നമ്മൾ പാലിക്കണം. അതാണ് ഭഗവത്ഗീത പറയുന്നത്. കാരണം ഇപ്പൊ വർണ്ണാശ്രമ ധർമ്മം പാലിക്കണമെന്ന് പറയുന്നത് അവര് ഗ്രാജുവൽ ആയിട്ട് അവരെ ശുദ്ധീകരിക്കുന്ന പ്രക്രിയയാണ്. അങ്ങനെ ശുദ്ധീകരിച്ച് വരുമ്പോഴാണ് നമ്മൾ പിന്നീട് അകർമ്മ അവസ്ഥയിലേക്ക് വരുന്നത്. 23-ാമത്തെ പേജില് 2-ാമത്തെ പാരഗ്രാഫ് ഒന്ന് വായിക്കാമോ? ഹരേഷ് മാതാജി, ഉം. യഥാർത്ഥത്തിൽ നിന്നും തൊട്ടിട്ടാണ് മാതാജി ഉദ്ദേശിച്ചത്? യഥാർത്ഥത്തിൽ. ഓം നമോ ഭഗവതേ വാസുദേവായ. യഥാർത്ഥത്തിൽ ഭഗവാന് ഭക്തിയുടെ സേവനം അർപ്പിക്കുന്നതിലുപരി ആർക്കും മറ്റൊന്നും ചെയ്യാനില്ല. എന്നാൽ ജീവശ്രേണിയിൽ വളരെ താഴ്ന്ന തലത്തിൽ വർത്തിക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് ഭക്തിയുടെ സേവനത്തിൽ ഏർപ്പെടാനോ ഫലോദിഷ്ട കർമ്മങ്ങൾ, അതായത് കാമ്യകർമ്മങ്ങൾ അവസാനിപ്പിക്കാനോ കഴിയണമെന്നില്ല. ഭൗതികതയിൽ കുടുങ്ങിപ്പോയ ആത്മാവ് ഇന്ദ്രിയ സുഖങ്ങൾക്കായി പ്രവർത്തിക്കുന്നു. ഇത് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് മാത്രമായോ വിപുലീകൃതമായോ ആകാം. തുടർന്ന് ഇന്ദ്രിയ സുഖം എന്ന ആശയം സമൂഹം, രാഷ്ട്രം, മനുഷ്യവർഗം എന്നീ തലങ്ങളിൽ പരോപകാരം, സോഷ്യലിസം, കമ്മ്യൂണിസം, ദേശീയത, മാനവികത എന്നു തുടങ്ങിയ വൈവിധ്യമാർന്ന വശ്യനാമങ്ങൾ കൈവരിക്കുന്നു. ഈ ഇസങ്ങൾ എല്ലാം കർമ്മത്തിന്റെ ബന്ധനകാരണമായ കർമ്മങ്ങൾ, വശ്യമായ രൂപങ്ങളാണ്. എന്നാൽ ഈശോപനിഷത്തിന്റെ നിർദ്ദേശമനുസരിച്ച് ഒരാൾക്ക് ഏതെങ്കിലും ഒരു ഇസത്തിനു വേണ്ടി ജീവിക്കണമെന്നുണ്ടെങ്കിൽ അയാൾ അതിനെ ഈശ്വരാധിഷ്ഠിതമാക്കേണ്ടതാണ്. ഈശ്വരനെ കേന്ദ്രമാക്കിയ സങ്കല്പം പുലർത്തുന്ന ഈശാവാസ്യവുമായി ബന്ധപ്പെടുത്തി ഗൃഹസ്ഥൻ, പരസമകാംക്ഷി, സോഷ്യലിസ്റ്റ്, കമ്മ്യൂണിസ്റ്റ്, ദേശീയവാദി, മാനവികതാവാദി എന്നീ നിലകളിൽ പ്രവർത്തിക്കുമ്പോൾ കുഴപ്പം സംഭവിക്കുന്നില്ല. ഹരേഷ് മാതാജി. ഓക്കെ മാതാജി, താങ്ക് യു മാതാജി. അപ്പൊ ഇവിടെ പറയുന്നത് ഒരാളടുത്ത് പെട്ടെന്ന് വന്നിട്ട് ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞ, കാരണം അവര് ഭൗതിക തലത്തിൽ ഒരുപാട് അധപ്പതിച്ചതായത് കൊണ്ട് അവർക്ക് ഇതിലേക്ക് ഉയരാനായിട്ട് ഒറ്റയടിക്ക് സാധിക്കില്ല. അതുകൊണ്ട് അവരെന്ത്
ആണോ ചെയ്യുന്നത്, അവര് കമ്മ്യൂണിസം ആണ്, ദേശീയവാദിയാണ്, മാനവഗാന്ധി ഒക്കെ ആണെങ്കിലും അവരെടുത്ത് ഈ കാര്യങ്ങൾ, ഈ ഈശോപനിഷത്തിലെ നിർദ്ദേശങ്ങൾ അവർ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് തന്നെ ഇത് പാലിക്കുക. ഇപ്പൊ ഞാനൊരു മാനവികവാദിയാണെങ്കിൽ ഞാൻ എൻ്റെ ഉള്ളിലുള്ള അവബോധം എന്തായിരിക്കണം, ഈ മനുഷ്യരെല്ലാം ഭഗവാൻ സൃഷ്ടിച്ചതാണ്, എനിക്ക് ഇങ്ങനെ ഒരു സേവ ചെയ്യാനായിട്ട് ഞാൻ ഭഗവാന് വേണ്ടി സേവ ചെയ്യുന്നു എന്നുള്ള രീതിയിൽ മാനവികത നമ്മൾ തുടർന്നോളൂ, പക്ഷെ ഭഗവത് സേവനമായിട്ട് അത് ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ അത് കർമ്മബന്ധനം വരില്ല. നമ്മളുടെ ഇതിൽ നോക്കുമ്പോൾ നമ്മളൊരു ഫാമിലി ഉണ്ട്, നമ്മളെ വീട്ടിലെ ഉത്തരവാദിത്തങ്ങളുണ്ട്. അപ്പൊ ഈ നമ്മളെ വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യുന്ന കർമ്മം എങ്ങനെയായിരിക്കണം, എൻ്റെ കടമ എന്ന രീതിയിൽ. ഈ ബന്ധുക്കളെല്ലാം എനിക്ക് ഭഗവാൻ തന്നതാണ്. കാരണം നമ്മൾ സെലക്ട് ചെയ്യുന്നതല്ല നമ്മളുടെ അമ്മയും അച്ഛനും, നമ്മളെ മക്കൾ, ഏത് മക്കളെ, എങ്ങനെയുള്ള കുട്ടികൾ എനിക്ക് വരണം, എൻ്റെ സഹോദരങ്ങൾ ആരായിരിക്കണം, ഇതെല്ലാം നമ്മുടെ കർമ്മം അനുസരിച്ച് ഈ ബന്ധുക്കളായിട്ട് നമുക്ക് ചുറ്റും ഈ ഒരു ജന്മത്തിൽ വന്ന് നിൽക്കുന്നവരാണ്. അപ്പോൾ അത് ഭഗവാന്റെ ഭഗവാന്റെ അനുവാദത്തോടു കൂടിയാണ് ഇതെല്ലാം പ്രകൃതി നമുക്ക് തരുന്നത്. ഭഗവാന്റെ നിയന്ത്രണത്തിലാണ് എല്ലാം. അതാണ് ഈശാവാസ്യം പറയുന്നത്. ഭഗവാന്റെ നിയന്ത്രണത്തിലല്ലാത്ത, ഭഗവാന്റെ ഉടമസ്ഥതയിലല്ലാത്ത ഒന്നും തന്നെ ഈ ലോകത്തില്ല. അതാണ് പരാപ്രകൃതി അപരാപ്രകൃതി, രണ്ടും ഭഗവാന്റേതാണ്. അപ്പൊ ഈ പരാപ്രകൃതിയിൽ വരുന്ന ജീവാത്മാക്കളാണ് നമുക്ക് ചുറ്റുമുള്ള ബന്ധങ്ങളായിട്ട് വരുന്നത്. അപ്പൊ അവരെ നോക്കേണ്ട ഉത്തരവാദിത്വം നമ്മളുടേതാണ്. ഭഗവാൻ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ കടമ എന്ന രീതിയിൽ ചെയ്യുന്നു. ഇതിൽ നിന്ന് ഒന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല, ഭഗവാന് വേണ്ടി ഞാൻ ചെയ്യുന്നു. ഇതിൽ നിന്ന് എന്ത് ഫലം കിട്ടിയാലും അത് ഞാൻ ഭഗവാന് സമർപ്പിക്കുന്നു. ഇതിലൊന്നും അറ്റാച്ച്ഡ് ആവാതെ നമ്മൾ ആ ഒരു അവബോധത്തിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ, പ്രവർത്തികൾ ചെയ്യുകയാണെങ്കിൽ അത് നമ്മളെ ബന്ധിപ്പിക്കില്ല. അതാണ് ഇവിടെ പറയുന്നത്. നമ്മള് ഏത് ആയിക്കോട്ടെ, നമ്മളിപ്പോ ഒരു കമ്മ്യൂണിസ്റ്റ് ആയാലും, ഗൃഹസ്ഥനായാലും, ദേശീയവാദിയായാലും, മാനവികവാദിയായാലും, സോഷ്യലിസ്റ്റ് ആയാലും, എല്ലാരും ഏതായിക്കോട്ടെ, പക്ഷെ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അത് ഈശാവാസ്യം അനുസരിച്ച് ആ ഒരു അവബോധത്തിൽ നമ്മൾ ഈ കടമകൾ എന്ന രീതിയിൽ ഈ പ്രവർത്തികൾ ചെയ്താൽ അത് നമ്മളെ ബന്ധിപ്പിക്കില്ല എന്ന് പറയും. ഇനി അടുത്ത പാരഗ്രാഫിൽ പറയുന്നത്, നമുക്ക് വളരെ റെയർ ആയിട്ട് കിട്ടുന്നതാണ് ഈ മനുഷ്യജന്മം. 84 ലക്ഷം ജീവവർഗങ്ങളിലൂടെ ജനന മരണ ചക്രം കഴിഞ്ഞ് കിട്ടിയ ഈ മനുഷ്യജന്മം കിട്ടിയിട്ടും അത് പ്രയോജനപ്പെടുത്താതെ നമ്മൾ അതിനെ ദുരുപയോഗം ചെയ്യുന്നു. ചക്രത്തിലേക്ക് അധപതിക്കുന്ന ജീവിതത്തിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ. അപ്പൊ അത് കിട്ടിയിട്ട്, ഈ മനുഷ്യജന്മം കിട്ടിയെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ലക്കാണ്. ആ ജന്മത്തിൽ മാത്രമേ നമുക്ക് ഭഗവാന്റെ അടുത്ത് പോകാനുള്ള ചാൻസ് ഉള്ളൂ. എന്നിട്ടും എന്താണ് ആൾക്കാർ ചെയ്യുന്നത്? ഇത്രയും അപൂർവമായ ഒരു അവസരം കിട്ടിയിട്ടും അത് പ്രയോജനപ്പെടുത്താതെ അവർ വീണ്ടും അപകടത്തിൽ പോയി ഈ 84 ലക്ഷങ്ങളിൽ താഴ്ന്ന തലം യോനിയിലേക്ക് വീണ്ടും പോവാണ്. അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ ഉടനെ മനുഷ്യനായിട്ട് വരാൻ പറ്റില്ല. വീണ്ടും അതിങ്ങനെ കറങ്ങി 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 ആ 84 ലക്ഷം കഴിഞ്ഞ് 84-ല് 80 ലക്ഷം കഴിഞ്ഞിട്ട് വീണ്ടും ആ 4 ലക്ഷത്തിലുള്ള മനുഷ്യനായിട്ട് വരുന്നു. എന്നിട്ടും അവസാനം നമ്മൾ ഇതുപോലെ എത്ര വട്ടം മനുഷ്യനായി വീണ്ടും പോയി വീണ്ടും പോയിട്ട് നമുക്കറിയില്ല, ഭഗവാൻ അറിയാം എത്ര ജന്മം എടുത്തിട്ടായിരിക്കും നമ്മൾ ഇപ്പൊ ഇവിടെ എത്തിയത്. പല രീതിയിലും ഭഗവാൻ നമ്മളെ ഇതിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ ഭൗതിക ലോകത്ത് ഇതുപോലെ ദുഃഖങ്ങൾ തരുന്നത് എന്തിനാണ്? ശരിക്കും അത് ഭഗവാന്റെ കാരുണ്യമാണ്. ഈ ദുഃഖം വരുമ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ഫുള്ള് സുഖമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഭഗവാന്റെ അടുത്ത് പോകാൻ നമ്മൾ ചിന്തിക്കുക പോലും ഇല്ലല്ലേ. നമ്മൾ ആ സുഖത്തിൽ ലയിച്ച് അലിഞ്ഞങ്ങ് ജീവിക്കും. നമ്മളുടെ ഇന്ദ്രിയ സംതൃപ്തിയിൽ അങ്ങ് മുഴുകി ജീവിക്കും. പക്ഷെ ഈ ലോകം സൃഷ്ടിച്ചത് ഭഗവാൻ നമുക്ക് എൻജോയ് ചെയ്യാനാണെങ്കിലും ഭഗവാൻ ആഗ്രഹിക്കുന്നു നമ്മളെല്ലാം തിരിച്ച് ഭഗവാന്റെ അടുത്ത് വരണമെന്ന്. അതുകൊണ്ടാണ് ഇവിടെ ഒരു ദുഃഖാലയം ആക്കി തന്നത്. അല്ലാതെ നിങ്ങൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇവിടെ അടിച്ചു പൊളിച്ച് എങ്ങനെ വേണമെങ്കിലും ജീവിച്ചോ എന്ന് ഭഗവാൻ ചിന്തിച്ചായിരുന്നെങ്കിൽ ഈ ലോകത്തിനെ തലതിരിച്ചാക്കി നമുക്ക് മരണമില്ല, ദുഃഖമില്ല, അങ്ങനെ ഒരു അവസ്ഥയായിരുന്നെങ്കിലോ, ഒന്നും നമ്മളുടെ എല്ലാം നമുക്കങ്ങ് നിയന്ത്രണം തന്നിരുന്നെങ്കിലോ എന്തൊരവസ്ഥയായിരിക്കും. എല്ലാരെയും കൊന്ന് ഉപദ്രവിച്ച് പിടിച്ചു പറിച്ച് ഉള്ള ഒരു ജീവിതമായിരിക്കും അല്ലേ. അപ്പൊ ഭഗവാൻ ഇങ്ങനെ ഒരു ശിക്ഷ ഇടയ്ക്കിടയ്ക്ക് ഭൂമിയിൽ തന്നതുകൊണ്ടാണ് നമ്മളെ ഒന്ന് അടങ്ങിയിരിക്കുന്നത്. ഈ മരണവും ഇടയ്ക്ക് എന്താ പ്രകൃതി ദുരന്തങ്ങളായിട്ടും പിന്നെ നമ്മളുടെ
ഭൗതികമായിട്ടും ആധ്യാത്മികമായിട്ടും ഒക്കെ ഓരോ ക്ലേശങ്ങൾ തരുന്നോണ്ട് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് അടി കിട്ടുന്നോണ്ട് നമ്മൾ അടങ്ങിയിരിക്കുന്നു. അല്ലെങ്കിൽ നമ്മൾ അഹങ്കരിച്ച് എല്ലാം പിടിച്ചു പറിക്കാനുള്ള ഓട്ടത്തിലായാണ്. അപ്പൊ ശരിക്കും ഇവിടെ ഒരു ദുഃഖാലയമാക്കി തന്നത് ഭഗവാന്റെ കാരുണ്യമാണ്. അതുള്ളത് കൊണ്ടാണ് നമ്മൾ തിരിച്ചറിവിലേക്ക് പോകുന്നത്. എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു? എന്താ ഭഗവാന്റെ സൃഷ്ടിയിൽ പെർഫെക്ഷൻ അല്ലേ? ഭഗവാൻ ഇതെല്ലാം സൃഷ്ടിച്ചെങ്കിൽ എന്തിനാണ് ഇങ്ങനെ ജനനവും മരണവും പിന്നെ ഈ ക്ലേശങ്ങളൊക്കെ തരുന്നത്? ഒന്നും പെർമനന്റ് ആക്കാത്ത എന്താണ്? അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് നമ്മൾ ആ ശാസ്ത്രങ്ങളിലേക്ക് പോകുന്നതും ആചാര്യന്മാരിലേക്കും ഒക്കെ പോകുന്നത്. അപ്പൊ ഈ മനുഷ്യന് മാത്രമേ ഇങ്ങനെ ചിന്തിക്കാനുള്ള ബുദ്ധിയുള്ളൂ. മറ്റ് 80 ലക്ഷം ജീവജാലങ്ങൾക്കും ഇങ്ങനെ ചിന്തിക്കാനേ അറിയില്ല. അവർക്ക് 4 കാര്യങ്ങൾ മാത്രം. ഏതൊക്കെയാ? 4 കാര്യങ്ങൾ മാത്രമേ അവർ ചിന്തിക്കുന്നുള്ളൂ. ആഹാരം, മൈഥുനം, പിന്നെ എന്താ പറയാ, ഉറക്കം, നിദ്ര, നിദ്ര, ആഹാരം, വിഹാര, നിദ്ര, ഭയമൈഥുന. നിദ്ര, ഭയമൈഥുന. അപ്പൊ ഈ 4 നമ്മളും അത് തന്നെ ചെയ്താൽ നമ്മളും അവരുമായിട്ട് എന്താണ് വ്യത്യാസം അല്ലെ? അപ്പൊ ഈ മനുഷ്യജന്മം അത്രയും അപൂർവമായിട്ട് കിട്ടിയിട്ട് നമ്മൾ ഈ മൃഗങ്ങളെ പോലെയാണ് ജീവിക്കുന്നതെങ്കിൽ നമ്മളൊരു വലിയ അപകടത്തിലാണ് പോകുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ നമ്മള് ഇവിടെ പറയുന്നുണ്ട്, ഇങ്ങനെ ഈശാവാസ്യം അനുസരിച്ച് നമ്മൾ ജീവിച്ച് 100 വർഷം ജീവിച്ചാലും കുഴപ്പമില്ല. പക്ഷെ ഒരു മരത്തിനെ പോലെയോ അല്ലെങ്കിൽ ഒരു പന്നിയെ പോലെയോ പട്ടികളെ പോലെയോ ഒക്കെ ജീവിക്കുവാണെന്നുണ്ടെങ്കിൽ അതിവിടെ പറയുന്നുണ്ടല്ലോ ഒരിടത്ത്, ഒരു വൃക്ഷം 100 കണക്കിനോ 1000 കണക്കിനോ വർഷങ്ങൾ ജീവിക്കുന്നു. വൃക്ഷങ്ങളെ പോലെ വളരെ കാലം ജീവിച്ചിരുന്നത് കൊണ്ടോ ഉല പോലെ ശ്വസിക്കുന്നത് കൊണ്ടോ പന്നികളെ പോലെയും പട്ടികളെ പോലെയും പ്രത്യുത്പാദനം നടത്തുന്നത് കൊണ്ടോ ഒട്ടകത്തെ പോലെ ഭക്ഷിക്കുന്നത് കൊണ്ടോ പ്രയോജനമില്ല. ഈശ്വരനെ കേന്ദ്രമാക്കിയുള്ള ഒരു എളിയ ജീവിതം, ഈശ്വരാധിഷ്ഠിതമല്ലാത്ത മാനവികത, സോഷ്യലിസം എന്നിവയാൽ കബളിക്കപ്പെടുന്ന ജീവിതത്തെക്കാൾ മഹത്തരമാണ് എളിയ സിമ്പിൾ ലിവിങ്, ഹൈ തിങ്കിങ്. അതാണ് പ്രഭുപാദർ പറഞ്ഞത്. ഈശ്വരനെ കേന്ദ്രമാക്കി എളിയതായിട്ട് ജീവിക്കുക. അപ്പൊ ഈശ്വരാധിഷ്ഠിതമായ കർമ്മങ്ങൾ പൂർത്തീകരിച്ചിട്ടില്ലെങ്കിൽ ആ കർമ്മങ്ങൾക്ക് വ്യാപരിക്കുന്നതിന് അവ ശ്രേയസ്കരമാണ്. അപ്പം നമ്മളിപ്പം ഈശ്വരന് വേണ്ടി പ്രവർത്തിച്ചു, പക്ഷെ അതെനിക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ടല്ലേ, അങ്ങനെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. എന്താണ്? അവന് ഓക്കെ. പിന്നെ വേറെ പറയുന്നുണ്ട്, നമുക്ക് 6-ാമത്തെ അധ്യായത്തില് അർജുനൻ ചോദിക്കില്ലേ, ഈ യോഗകളൊക്കെ ചെയ്തിട്ട് ഇടയ്ക്ക് വീണു പോയാൽ എന്ത് ചെയ്യാന്ന് ചോദിക്കുമ്പോൾ ഭഗവാൻ പറയും, സാരമില്ല, അവൻ അടുത്ത ജന്മം ഉയർന്ന ഗ്രഹത്തിലോ അല്ലെങ്കിൽ ഇനി ഇത് തുടരാനുള്ള നല്ല 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 ഒരു കുടുംബത്തിലോ ആയിരിക്കും അവൻ ജനിക്കുക. നല്ല സമ്പന്ന കുടുംബത്തിലോ അല്ലെങ്കിൽ നല്ല ഇതുപോലെ നല്ല കൾച്ചറുള്ള ഫാമിലിയിലോ ഒക്കെ അവന് ജനിക്കും. അവൻ ഇത് തുടരാനുള്ള അവസരമുണ്ട്. അതാണ് പറയുന്നത്. അടുത്ത ജന്മത്തിൽ അയാൾക്ക് ഒരു മനുഷ്യജന്മം ഉറപ്പു നൽകുന്നു. ഇത്തരം ഒരാൾക്ക് മോക്ഷമാർഗത്തിൽ തന്റെ സ്ഥാനം ഉയർത്താനുള്ള അവസരം കൂടി ലഭിക്കുന്നു. ഈശ്വരാധിഷ്ഠമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്ത് നമുക്ക് ഈ ജന്മം പൂർത്തീകരിക്കാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പൊ മാതാജി പറഞ്ഞ പോലെ സ്വല്പം അഭ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയം. മഹാഭയം. എന്താണ് ആ മഹാഭയം? ജന്മമൃത്യു ജരാവ്യാധി. ജന്മമൃത്യു ജരാവ്യാധി അല്ല, മരണഭയം അല്ലേ? മരിച്ചാലും നമ്മൾ എങ്ങോട്ട് പോകും എന്നുള്ളതാണ് ഭയക്കേണ്ടത്. താഴ്ന്ന യോനിയിൽ പോകും, അതാണ് ഭയക്കേണ്ടത്. നമ്മൾ മരിക്കും, എന്തായാലും മരിക്കും. പക്ഷേ എങ്ങാനും ഈ ആത്മാവ് 80 ലക്ഷത്തിന്റെ കാറ്റഗറിയിൽ പോയി കഴിഞ്ഞാൽ ഉള്ള അവസ്ഥ, അതാണ് ഭയക്കേണ്ടത്. പക്ഷേ നമ്മൾ ചെറുതായിട്ടെങ്കിലും ഭക്തി ചെയ്തിട്ടുണ്ടെങ്കിൽ 100% നമുക്ക് ഒരു മനുഷ്യജന്മം തന്നെ കിട്ടും. കാരണം ആ മനുഷ്യജന്മത്തിലേ നമുക്ക് ഭക്തി തുടരാനുള്ള അവസരമുള്ളൂ. പക്ഷേ നമുക്ക് ശാസ്ത്രത്തിൽ അറിയാം, മനുഷ്യനായിട്ട് കിട്ടിയില്ല. ആരാണ്? അടുത്ത ജന്മം മാനായിട്ട് ജനിച്ചു. ഭരത രാജാവല്ലേ, ഭരത് മഹാരാജ്. പക്ഷേ എന്നാലും മാനായിട്ട് ജനിച്ചെങ്കിലും അത് നമുക്കൊരു ഉദാഹരണം തന്നതാണ്. ഇത്രയും ഒക്കെ ചെയ്ത് ഭാവഭക്തിയിലുള്ള ഭക്തനാണ്.
പക്ഷെ ഭാവഭക്തിയിലായിട്ട് പോലും ഒരു മാനിനോട് ആകൃഷ്ടം വന്ന് പരോധർമ്മം മറന്ന് ഉപധർമ്മത്തിലേക്ക് പോയി അദ്ദേഹം ഒരു മാനായിട്ട് വീണു. പക്ഷെ മാനായിട്ട് വീണെങ്കിലും ആ മാനിന് കഴിഞ്ഞ ജന്മം ഓർമ്മയുണ്ടായിരുന്നു. കൂടാതെ ആ മാനിന് ഭക്തന്മാരുമായിട്ടുള്ള അസോസിയേഷനും കിട്ടി. അപ്പൊ ഭഗവാൻ ആ ഇതെല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തു. പക്ഷെ മാനിന്റെ ശരീരമാണ് എങ്കിലും സന്യാസി വര്യന്മാർ താമസിക്കുന്ന സ്ഥലത്താണ് ആ മാന് ജീവിച്ചിരുന്നത്. പിന്നീട് അദ്ദേഹം മാനിന്റെ ശരീരം വിട്ട് അടുത്ത ജഡഭരതനായിട്ട് ജനിച്ചപ്പോ പൂർണ്ണ അവബോധം ഉണ്ടായിരുന്നു. 2 ജന്മം ഞാൻ വേസ്റ്റ് ചെയ്തു, ഈ ജന്മം ഞാൻ ഇനി കളയാനില്ല. അദ്ദേഹം മൂഢനെ പോലെയാണ്, ആരോടും ഒന്നും മിണ്ടാതെ. ഇപ്പൊ എല്ലാരും വിചാരിച്ച ഒരു മണ്ടനാണ്, മൂഢനാണ്, ഒന്നിനും കൊള്ളില്ല എന്ന് വിചാരിച്ചു. പക്ഷെ അദ്ദേഹത്തിന്റെ അവബോധം അത്രയും ഉയർന്ന, എനിക്കിനി വേസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല, അദ്ദേഹത്തിന് ആ അവബോധം കൊടുത്തു. അപ്പൊ അതുകൊണ്ട് അപ്പൊ അത് ഭരത രാജാവാണ്, അത്രയും ഉയർന്ന ഭക്തനാണ്, ആ ഭക്തനിലൂടെ എക്സാമ്പിൾ തന്നതാണ്. പക്ഷെ നമ്മളെപ്പോലുള്ള പതീതരായിട്ടുള്ള ഇങ്ങനെ ഭക്തിയിൽ ഇങ്ങനെ എഴഞ്ഞെഴഞ്ഞ് നടക്കുന്ന നമുക്ക് ഇനി അഥവാ നമ്മൾ ഇത് കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, തീർച്ചയായിട്ടും നമുക്കൊരു മനുഷ്യ ജന്മം കിട്ടും. അതാണ് ഇവിടെ പറയുന്നത്. അടുത്ത ജന്മത്തിൽ അയാൾക്കൊരു മനുഷ്യ ജന്മം ഉറപ്പു നൽകുന്നു. ഇത്തരത്തിൽ ഒരാൾക്ക് മോക്ഷമാർഗത്തിൽ തന്റെ സ്ഥാനം ഉയർത്താനുള്ള അവസരം ലഭിക്കും. ഇനി നമുക്ക് സ്ലൈഡിൽ ഒന്ന് നോക്കാം. ആ രീതിയിൽ തുടർച്ചയായി പ്രവർത്തിച്ചാൽ ഒരാൾ 100 കണക്കിന് വർഷം ജീവിക്കാൻ ആഗ്രഹിച്ചേക്കാം. കാരണം അത്തരം ജോലി അവനെ കർമ്മ നിയമവുമായി ബന്ധിപ്പിക്കില്ല. മനുഷ്യൻ ഇതല്ലാതെ മറ്റൊരു വഴിയില്ല. ആത്മാവിന്റെ കൊലയാളി അയാൾ ആരായിരുന്നാലും അന്ധകാരവും അജ്ഞതയും നിറഞ്ഞ അവിശ്വാസികളുടെ ലോകങ്ങൾ എന്നറിയപ്പെടുന്ന ഗ്രഹങ്ങളിൽ പറയും. അപ്പൊ ഈ ആത്മാവിന്റെ കൊലയാളി എന്ന് പറയുന്നത് നമ്മൾ മന്ത്രം 3 പറയുന്ന, മന്ത്രം 1 ഈ ഒരു പാരഗ്രാഫ് പറയുന്നത്. അത് നമ്മളിപ്പോ വായിച്ചു. അപ്പൊ മന്ത്രം 2 നമ്മളുടേത് കഴിഞ്ഞു. ഇനി മന്ത്രം 3 പറയുന്നത് നമ്മൾ ഈ ഈശാവാസ്യം അനുസരിച്ച് ജീവിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് മന്ത്രം 3. അപ്പൊ മന്ത്രം 2 മനസ്സിലായല്ലോ. നമ്മൾ ഈശാവാസ്യം അനുസരിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ കർമ്മബന്ധനം ഉണ്ടാകില്ല, ജനന മരണ ചക്രത്തിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ സാധിക്കും. ഇവയെക്കുറിച്ച് പറഞ്ഞു. പിന്നെ എന്താണ് കർമ്മം, എന്താണ് അകർമ്മം, എന്താണ് വികർമ്മം, ഇതാണ് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഭാഗം. അതാണ്. അപ്പൊ ബുദ്ധിയുള്ള ഒരു വ്യക്തി അകർമ്മം സ്വീകരിക്കും എന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് ഗ്രാജുവൽ ആയിട്ട് ഇതിലേക്ക് വരാൻ പറ്റൂ, ഒറ്റയടിക്ക് ചെയ്യാൻ. കാരണം നമ്മൾ അത്രയും ഭൗതിക ബന്ധനസ്ഥരായതുകൊണ്ട്, ഈ ത്രിഗുണങ്ങളുടെ ബന്ധനം ഉള്ളത് കൊണ്ട് നമുക്ക് ഒറ്റയടിക്ക് ഭക്തിയുത സേവനം അർപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മളിപ്പോ ഏതാണോ ചെയ്യുന്ന തലം, അതിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ ഈശാവാസ്യം പ്രവർത്തനത്തിൽ നിൽക്കാം. നമ്മൾ ഗൃഹസ്ഥനാണെങ്കിൽ ഗൃഹസ്ഥൻ, സോഷ്യലിസ്റ്റ് ആണെങ്കിൽ അങ്ങനെ, പിന്നെന്താ കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും മാനവിക, ഏത് നിലയിലായാലും നമ്മൾ ഈശാവാസ്യം അതിലേക്ക് കൊണ്ടുവരിക. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. പിന്നെ അടുത്ത പാരഗ്രാഫിൽ മനുഷ്യജന്മം അത്ര അപൂർവമായി കിട്ടുന്നതാണ്. അപ്പൊ അവിടെ നിന്ന് നമ്മൾ അധപ്പതനത്തിൽ പോകുന്ന അപകടം ഒഴിവാക്കണം എന്ന് പറഞ്ഞു. നമ്മളെ ഈശ്വരനെ കേന്ദ്രീകരിച്ച് എളിയമായിട്ടുള്ള ജീവിതം വേണമെന്ന് പറഞ്ഞു. ഇനി അഥവാ ഈശാവാസ്യം അനുസരിച്ച് പ്രവർത്തിച്ച് നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല, അടുത്ത ജന്മത്തിൽ ഒരു മനുഷ്യനായിട്ട് തന്നെ ജനിക്കുമെന്ന് ഉറപ്പു തരുന്നു. ഇത്രയും കാര്യമാണ് മന്ത്രം 2. ഇനി നമുക്ക് മന്ത്രം 3 കടക്കാം. ഇവിടെ ഈ എല്ലാം നമ്മൾ കവർ ചെയ്തല്ലോ, ഈ സ്ലൈഡിലുള്ള എല്ലാം ഭഗവാന്റേതാണെന്നുള്ളതും. ഇത് നമ്മളിപ്പം മന്ത്രം 2 പറഞ്ഞ ഒരു കുടുംബനാഥനോ പരോപകാരവാദിയോ സോഷ്യലിസ്റ്റോ കമ്മ്യൂണിസ്റ്റോ ദേശീയവാദിയോ മനുഷ്യസ്നേഹിയോ ആരായാലും ഒരു കുഴപ്പവുമില്ല. ഭഗവാനെ കേന്ദ്രീകരിച്ച് ഈശാവാസ്യവുമായി ബന്ധപ്പെടുത്തി തന്റെ പ്രവർത്തനം നിർവഹിക്കുകയാണെങ്കിൽ അതൊന്നും കർമ്മബന്ധനമാവില്ല എന്ന് പറയാം. ഈ പ്രപഞ്ചത്തിൽ എന്ത് സമ്പത്തുണ്ടെങ്കിലും എല്ലാം ഭഗവാന്റേതാണ്. ദൈവത്തിന്റെ മക്കൾ എന്ന നിലയിൽ ആ സമ്പത്ത് പ്രയോജനപ്പെടുത്താൻ നമുക്ക് അവകാശമുണ്ട്. പക്ഷേ ആവശ്യമുള്ളതിനേക്കാൾ കൂടുതലാകരുത്, അത്രയേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഏത് നിലയിൽ പ്രവർത്തിച്ചാലും ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക. ഇതാണ് ആത്മീയ കമ്മ്യൂണിസം, അല്ലേ? ഭാഗവത കമ്മ്യൂണിസം എന്ന് നമ്മൾ കഴിഞ്ഞ മന്ത്രത്തിൽ പറഞ്ഞു. നിങ്ങൾ കൂടുതൽ എടുത്താൽ നിങ്ങൾ ശിക്ഷാർഹരാകും. അതാണ് പ്രകൃതിയുടെ നിയമം. ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ? മന്ത്രം 2 വളരെ കുറച്ചേ ഉള്ളൂ, 3 പേജ് മാത്രമേ ഉള്ളൂ. ഈശാവാസ്യം അനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ കർമ്മബന്ധനത്തിൽ തളയ്ക്കില്ല, ജന്മമരണത്തിൽ നിന്ന് മുക്തി നേടാൻ സാധിക്കും. ഒരു മനുഷ്യൻ ചെയ്യേണ്ടത് ഇതാണ് എന്നും പറയുന്നു. അടുത്തതിലേക്ക് പോവാം. ഹരേ കൃഷ്ണ. ഹരേ അനക്കമില്ലല്ലോ. ഹരീഷ്ണ മാതാജി, ശരി മാതാജി. ഓക്കെ മാതാജി. ഓക്കെ. അപ്പൊ മന്ത്രം 3.
അസുര്യാനാമതേ ലോകാ അന്ധേന തമസാവൃതാ താംസ്തേ പ്രേത്യേഭിഗച്ഛന്തി ഏകേ ച ആത്മഹനോ ജനാ. ആരെങ്കിലും ഒരാൾ തന്നെ ചൊല്ലാമോ? ഹരേഷ് ചൊല്ലണോ? ചൊല്ലി. വേറെ ആരെങ്കിലും? അസൂര്യാനാമതേ ലോക അന്ധേന തമസാ വൃതാഃ താം തേ പ്രേദ്യഭിഗച്ഛന്തി യേ കേച ആത്മഹനോ ജനാഃ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഇവിടെ പറയുന്നത് ആത്മഹന്താവ് ആരൊരുവനായാലും അസുരവും അന്ധകാരവും അജ്ഞാനവും നിറഞ്ഞുമായ ലോകത്തിൽ എത്തിച്ചേർന്നേ മതിയാവും. അപ്പൊ ആത്മഹന്താവ് എന്ന് പറഞ്ഞാൽ ഈശാവാസ്യം അനുസരിച്ച് ജീവിക്കാതെ ആത്മാവിനെ നശിപ്പിക്കുന്നവൻ, ആത്മാവിനെ ജനന മരണ ചക്രത്തിൽ ബന്ധിപ്പിക്കുന്നവൻ. അങ്ങനെയുള്ളവൻ എവിടെ പോകും? ആസുരവും അന്ധകാരവും അജ്ഞാനവും നിറഞ്ഞ ലോകത്തിൽ എത്തിച്ചേരും. ഇതാണ് ഇവിടെ പറയുന്നത്. ഈ ഭാവാർത്ഥം. ഈ ഭാവാർത്ഥത്തില് ആദ്യത്തെ ഈ 27ാമത്തെ പേജിൽ പറയുന്നത് സുരൻ ആരാണ്, അസുരൻ ആരാണ്. അപ്പൊ ഇതൊരു ചോദ്യമായിട്ട് ചോദിക്കുന്നതാണ് ക്ലോസ്ഡ് ബുക്കില്. എന്താണ് സുര, അസുര? അപ്പൊ അതൊന്ന് വേറെ ആരെങ്കിലും ഒന്ന് വായിക്കൂ. ചുമതലാബോധം കാരണം മനുഷ്യജീവിതം മൃഗജീവിതത്തിൽ നിന്നും ഭിന്നമായി വർത്തിക്കുന്നു. ഈ ചുമതലാബോധമുള്ളവരും അതനുസരിച്ച് തന്നെ പ്രവർത്തിക്കുന്നവരും സുരന്മാരെന്ന് വിളിക്കപ്പെടുന്നു. ഈ ചുമതലകളൊക്കെ അവഗണിക്കുന്നവരും അതിനെപ്പറ്റി അജ്ഞരും ആയവരെ ആസുരന്മാരെന്ന് വിളിക്കുന്നു. പ്രപഞ്ചത്തിൽ ഈ രണ്ടു തരം ജനങ്ങളാണ് ഉള്ളത്. സുരന്മാർ സദാസമയവും പരമപുരുഷനായ വിഷ്ണുവിന്റെ പാദങ്ങളെ ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്നുവെന്ന് ഋഗ്വേദം പ്രസ്താവിക്കുന്നു. അവരുടെ മാർഗം സൂര്യപഥം പോലെ പ്രകാശമാനമാണ്. ഹരേ കൃഷ്ണ. അപ്പൊ ആരാണ് സുരന്മാർ? സുരന്മാർ എന്ന് പറഞ്ഞാൽ ചുമതലാബോധത്തോടെ പ്രവർത്തിക്കുന്നവർ. എന്റെ ഈ മനുഷ്യ ജന്മത്തിൽ താൻ എന്താണ് ചെയ്യുന്നുള്ള ആ ബോധത്തോടെ പ്രവർത്തിക്കുന്നവർ സുരന്മാർ. അസുരന്മാരെന്ന് പറഞ്ഞാൽ നമ്മുടെ ചുമതല അവഗണിക്കുകയും. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കണം, രണ്ട് കാര്യങ്ങളാണ്. ചുമതലകൾ അവഗണിക്കുന്നവരും അതിനെപ്പറ്റി അജ്ഞരായിട്ടുള്ളവരും. അപ്പൊ എനിക്ക് അറിഞ്ഞൂടായിരുന്നു മനുഷ്യജന്മത്തിൽ ഞാൻ ഇതായിരുന്നു ചെയ്തതെന്ന് എനിക്ക് അറിഞ്ഞൂടായിരുന്നു എന്ന് പറഞ്ഞാലും പ്രശ്നമാണ്. അങ്ങനെയുള്ളവരും അസുരന്മാരാണ്. കാരണം അത് അവന്റെ ഉത്തരവാദിത്തമാണ് താൻ എന്താണ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്കൊരു ലൈസൻസ്, വണ്ടി ഓടിക്കാൻ ലൈസൻസ് കിട്ടി. ലൈസൻസ് കിട്ടിയിട്ട് എനിക്ക് ഇത് വൺ വേ ആണെന്ന് എനിക്ക് അറിഞ്ഞൂടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്കൂടെ പോയെന്ന് പറഞ്ഞ് നമുക്ക് ഫൈൻ അടിക്കാതിരിക്കുവോ? ഫൈൻ ഉണ്ടെങ്കിൽ അത് നമ്മൾ ഫൈൻ അടിക്കും. അല്ലെങ്കിൽ എനിക്ക് അറിഞ്ഞൂടായിരുന്നു എനിക്ക് സീറ്റ് ബെൽറ്റ് ഇടണമെന്ന്, അതുകൊണ്ട് എനിക്ക് ഇത് മാറ്റും. കാരണം അത് വണ്ടി ഓടിക്കുന്ന ആ വ്യക്തിയുടെ ഉത്തരവാദിത്തമാണ് എന്തൊക്കെ റൂൾസ് ആണ് പാലിക്കേണ്ടത് എന്ന്. അതുപോലെ ഈ മനുഷ്യ ശരീരം എന്ന വാഹനം നമുക്ക് കിട്ടി. ഈ വാഹനത്തിൽ ഇരിക്കുന്ന എന്റെ ഉത്തരവാദിത്തമാണ് ഈ മനുഷ്യ ശരീരത്തിൽ ഞാൻ ചെയ്യേണ്ട ഏറ്റവും ഉത്തമ കാര്യം എന്താണ്. പക്ഷെ ആൾക്കാരെല്ലാം വഴിതെറ്റി. ചിലർ വിചാരിക്കും, ഓ എന്റെ ജന്മ ഉദ്ദേശം ഞാനൊരു ഡോക്ടറായി പരസേവനം ചെയ്യുക, എല്ലാരെയും ഫ്രീ ആയിട്ട് ചികിത്സിക്കുക എന്നുള്ളതാണ്. ചിലർ വിചാരിക്കും ഞാനൊരു എഞ്ചിനീയറായി ഇവിടെ ഒരുപാട് ടെക്നോളജി വളർത്തുക. അവര് വഴിതെറ്റി പോവുകയാണ്. അതൊന്നും അല്ല മനുഷ്യജന്മത്തിൽ ചെയ്യേണ്ടതല്ലേ. മനുഷ്യജന്മത്തിൽ ചെയ്യേണ്ടത് ഈ ആത്മാവിനെ ഇനി ഒരു യോനിയിലേക്ക്, അടുത്ത ഒരു അമ്മയുടെ ഗർഭത്തിൽ പോകാതിരിക്കുക. അതാണ് ചെയ്യേണ്ടത്. കർമ്മ ആ ഒരു ജനന മരണ സൈക്കിളിൽ പോകാതിരിക്കേണ്ട ഉത്തരവാദിത്വമാണ് മനുഷ്യജന്മത്തിനുള്ളത്. അപ്പൊ ആ ഉത്തരവാദിത്വം എന്താന്ന് അറിയാത്തവരും, ഇനി എല്ലാം അറിയാം എന്നിട്ടും ഇതിലൊന്നും വിശ്വസിക്കാതെ അത് അവഗണിക്കുകയും ചെയ്യുന്നവർ, ഇവർ രണ്ടുപേരുമാണ് അസുരരെന്ന് പറയുന്നത്. ഈ പ്രപഞ്ചത്തിൽ ഈ രണ്ടു കൂട്ടരേ ഉള്ളൂ. അപ്പൊ സുരന്മാരെന്താ ചെയ്യുന്നത്? അവർക്കറിയാം ഈ മനുഷ്യജന്മത്തിന്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായതുകൊണ്ട് അവര് വിഷ്ണുവിന്റെ പാദങ്ങൾ ലക്ഷ്യമാക്കി പ്രവർത്തിക്കുകയാണ്. അപ്പൊ അവരുടെ മാർഗം സൂര്യപഥം പോലെ പ്രകാശമാനമാണ്. ഇനി അടുത്ത പാരഗ്രാഫിൽ പറയുന്നതാണ്, ആ പാരഗ്രാഫിൽ പറയുന്നതിന്റെ ഒരു പിക്ചറാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പം അവിടെ ഒരു ഉപമയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഉപമ എന്ന് പറഞ്ഞാൽ, നമ്മൾക്ക് അറിയാം ദശലക്ഷക്കണക്കിന് 84 ലക്ഷം ജീവജാലങ്ങൾ കൂടെയാണ് നമ്മൾ ഒരു മനുഷ്യനായിട്ട് കിട്ടുക. അത്ര അപൂർവമായിട്ട് കിട്ടുന്നതാണ്. അങ്ങനെ വർഷങ്ങളായിട്ട് പല ശരീരങ്ങൾ മാറി മാറി ദേഹാന്തര പ്രാപ്തിക്ക് ശേഷം നമുക്കൊരു മനുഷ്യ ശരീരം കിട്ടി. ഈ മനുഷ്യ ശരീരത്തിനെ ഇവിടെ എങ്ങനെ ഉപമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഈ ഭൗതിക ലോകം ഒരു സാഗരമായിട്ടാണ് ഉപമിച്ചിരിക്കുന്നത്. ഈ ഭൗതിക ലോകമാണ് സാഗരം.
ഇത് ശ്രീമദ് ഭാഗവതത്തിലെ 11, 20, 17 ശ്ലോകത്തിൽ പറയുന്നതാണ്. ഭൗതിക അസ്തിത്വത്തിന്റെ സമുദ്രം കടക്കാൻ മനുഷ്യജീവിതം ഉപയോഗിക്കാത്ത മനുഷ്യനെ സ്വന്തം ആത്മാവിന്റെ ഘാതകനായി കണക്കാക്കണം. അപ്പൊ ഈ ഭൗതിക ലോകത്തെ സാഗരമായിട്ട് കണക്കാക്കുന്നു. ഇനി ഈ ഭൗതിക ലോകത്ത് കിട്ടിയ ഈ ശരീരം എന്ന് പറഞ്ഞാൽ ഒരു ബോട്ടാണ്. അപ്പൊ നമ്മളുടെ മനുഷ്യ ശരീരം ഒരു ബോട്ട്, ഈ കടല് കടക്കാനുള്ള ബോട്ട്. കാരണം മറ്റ് മൃഗങ്ങളായിട്ടോ പക്ഷിയായിട്ടോ പുഴുവായിട്ടോ ജനിച്ചാൽ ഈ സാഗരത്തിൽ നമുക്ക് കടക്കാൻ പറ്റില്ല. നമ്മൾ ഇതിനകത്ത് മുങ്ങി തന്നെ കിടക്കും. അത് പല ശരീരം മാറി 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 മനുഷ്യ ജന്മം കിട്ടിയാലേ ഇതുപോലെ ബോട്ടിനെ പോലെ കടക്കാൻ സൗകര്യമുള്ള ഒരു ശരീരം കിട്ടും. ബോട്ടിന് മാത്രമേ കടല് കടക്കാൻ പറ്റൂ, മറ്റുള്ളവയ്ക്കെല്ലാം കടലിൽ മുങ്ങിപ്പോവും. അപ്പൊ ഈ ഭൗതിക ലോകം സാഗരമാണെങ്കിൽ അത് കടക്കാൻ പറ്റുന്ന ഒരു ശരീരമാണ് ഈ ഒരു ബോട്ടാണ് നമ്മളുടെ ശരീരം. അപ്പൊ ശരീരത്തിനെ എന്തിനോട് ഉപമിച്ചു? ബോട്ട്. ഇനി ഈ ബോട്ടിനെ നിയന്ത്രിക്കാൻ ഒരാൾ വേണമല്ലോ. അതാണ് നമ്മുടെ ആത്മീയ ഗുരു, ആചാര്യന്മാർ, അല്ലെങ്കിൽ ശാസ്ത്രങ്ങൾ. ഇതെല്ലാമാണ് കപ്പിത്താൻ. കപ്പിത്താന്മാര് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് വൈദിക സാഹിത്യങ്ങളും ആചാര്യന്മാരെയും സമർത്ഥരായ കടത്തുകാരോട് ഉപമിക്കാമെന്ന് പറയും. ഇനി അനുകൂലമായ കാറ്റ്. അനുകൂലമായ കാറ്റ് എന്ന് പറയുന്നത് ഭഗവാന്റെ നിർദ്ദേശങ്ങൾ ബുക്കിൽ കൊടുത്തിരിക്കുന്നത് മനുഷ്യ ശരീരത്തിന്റെ സവിശേഷതകൾ ലക്ഷ്യസ്ഥാനത്തേക്ക് സുഗമമായി എത്തിച്ചേരാൻ സഹായിക്കുന്നു. അതായത് നമ്മളുടെ ഈ ശരീരത്തില് നമുക്ക് കണ്ണുണ്ട്, മൂക്കുണ്ട്, വായുണ്ട്, നമുക്ക് ആരോഗ്യമുണ്ട്. അപ്പൊ ഈ ശരീരം വെച്ച് നമുക്ക് ഈ കണ്ണുകൊണ്ട് ഭഗവാനെ കാണാം, നാവ് കൊണ്ട് ഭഗവാന്റെ പ്രസാദം കഴിക്കാം, ഭഗവാന്റെ നാമം ജപിക്കാം. അപ്പൊ നമ്മളുടെ നാവിന് നാമം ജപിക്കാനുള്ള കഴിവുണ്ട്. പക്ഷെ ഒരു മൃഗത്തിന്, ഒരു നായയോട് വന്ന് ഹരേ കൃഷ്ണ പറയാൻ പറഞ്ഞാൽ അതിന് ബൗ ബൗ എന്നേ പറയാൻ പറ്റൂ, ഹരേ കൃഷ്ണ പറയാൻ പറ്റില്ല. അതാണ് നമ്മളുടെ ഈ ശരീരത്തിന് ഈ ഗ്രന്ഥത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാനുള്ള സൗകര്യങ്ങൾ തന്നിട്ടുണ്ട്. അതാണ് അനുകൂലമായിട്ടുള്ള കാറ്റ്. ഇത്തരം സൗകര്യങ്ങൾ ഉണ്ടായിട്ടും ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി അവയൊന്നും പൂർണ്ണമായി പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കാത്തയാളെയാണ് ആത്മഹന്താവ് അല്ലെങ്കിൽ ആത്മനാശകനായി കണക്കാക്കാം. അപ്പൊ ആത്മഹ എന്നൊരു വാക്ക്, എന്താണ് ആത്മഹ എന്ന് ഒരു ചോദ്യം വരാം. ക്ലോസ് ബുക്കിൽ ഒരു ചോദ്യമാണ്. അപ്പൊ ആത്മഹ എന്ന് പറഞ്ഞാൽ, അല്ലെ ആത്മഹന്താവ്, ആത്മഹ എന്ന് പറഞ്ഞാൽ ആത്മഹന്താവ്. എന്താണ് ആത്മഹന്താവ്? 28ാമത്തെ പേജിലെ ആദ്യത്തെ പാരഗ്രാഫിൽ പറയുന്നതാണ്. ഈ സൗകര്യങ്ങൾ, ഇപ്പൊ സൗകര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ബോട്ട് പോലെ ശരീരം തന്നു, ആത്മീയ ഗുരുവിനെ ഉണ്ട്, നമുക്ക് ശാസ്ത്രങ്ങൾ തന്നു, കൂടാതെ നമ്മൾ ഈ ശരീരം വെച്ച് ഭക്തിയുത സേവനം ചെയ്യാൻ പറ്റുന്ന ഒരു ബോഡിയാണ് നമുക്ക് കിട്ടിയത്. ശരീരത്തിന് അതിനെ അനുകൂലമായ കാറ്റിനോട് ഉപമിച്ചു. ഇത്രയൊക്കെ തന്നിട്ടും അത് ഉപയോഗിക്കാതെ, ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി ഉപയോഗിക്കാതെ ഇരിക്കുന്ന വ്യക്തിയാണ്. ഇത്തരം സൗകര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി അവയൊന്നും പൂർണ്ണമായി പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കാത്ത പക്ഷം അയാളെ ആത്മഹ അല്ലെങ്കിൽ ആത്മഹന്താവ് എന്ന് പറയും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആത്മഹനോ, ആ രീതിയിൽ തുടർച്ചയായി പ്രവർത്തിച്ചാൽ ഒരാൾ 100 കണക്കിന് വർഷം ജീവിക്കാൻ ആഗ്രഹിച്ചേക്കാം. കാരണം അത്തരം ജോലി അവനെ കർമ്മനിരതമായി ബന്ധിപ്പിക്കുന്നില്ല. മനുഷ്യന് ഇതല്ലാതെ ഒരു വഴിയില്ല. ആത്മാവിന്റെ ഘാതകൻ അയാൾ ആരായിരുന്നാലും അന്ധകാരവും അജ്ഞതയും നിറഞ്ഞ അവിശ്വാസികളുടെ ലോകത്തിൽ അറിയും. അപ്പൊ ആത്മഹ എന്ന് പറയുന്ന വ്യക്തി എങ്ങോട്ട് പോകും? ആത്മാവിനെ കൊല്ലുന്ന ഈ വ്യക്തി. ആത്മാവിനെ കൊല്ലുക എന്ന് പറഞ്ഞാൽ ഇത്രയും സൗകര്യങ്ങൾ തന്നിട്ടും ഈ ശരീരം ഭഗവാന് വേണ്ടി ഈശാവാസ്യം അനുസരിച്ച് ജീവിക്കണില്ല എന്നുണ്ടെങ്കിൽ അവൻ ആത്മാവിനെ കൊല്ലുകയാണ്. അങ്ങനെയുള്ളവൻ അന്ധകാരത്തിലോ അജ്ഞത നിറഞ്ഞ അവിശ്വാസികളുടെ ലോകത്തിലേക്ക് പോകും. നമ്മൾ ഈ ഗോലോക ചാർട്ടിൽ കണ്ടിട്ടില്ലേ? ഭൂമിക്ക് താഴെയുള്ള അത്തല, വിത്തല, സുത്തല, തലാതല, മഹാതല, രസാതല, പാതാള, അങ്ങനെയുള്ളതൊക്കെ അസുര ലോകമാണ്. അവിടെ ഭക്തിയുത അവര് എപ്പോഴും ഭയങ്കര ഹാർഡ് വർക്കിംഗ്, മെറ്റീരിയലിസ്റ്റിക് കൂടുതലാണ്, ഭൂമിയെക്കാളും കൂടുതലുള്ള സ്ഥലമാണ് അവിടെ. അങ്ങനെയുള്ള ലോകത്ത് അജ്ഞത നിറഞ്ഞ് ജീവിക്കും. അവിടെ ചിലപ്പം വലിയ ക്ഷുദ്രജീവിയായിട്ടായിരിക്കും ജനിക്കുക. അന്ധകാരത്തിൽ ആയിരിക്കും അവരുടെ ജന്മം. സ്ലൈഡിൽ ഇത്രയേ ഉള്ളൂ. നമുക്കിനി അടുത്തത് നോക്കാം. 28ാമത്തെ പേജിലെ 2ാമത്തെ പാരഗ്രാഫിൽ പറയുന്നത്, എന്തുകൊണ്ടാണ് മനുഷ്യന് ഈ സൗകര്യങ്ങൾ കൊടുത്തത്?
അതാണ് പറയുന്നത്. മനുഷ്യജന്മം മൃഗത്തെക്കാൾ പ്രാധാന്യമുള്ളതും മൂല്യമേറിയതുമായതിനാൽ പ്രകൃതി നിയമത്താൽ സുഖകരമായ മനുഷ്യന് ജീവിക്കാനുള്ള സൗകര്യങ്ങൾ ലഭിക്കുന്നു. പന്നിയെയും ഇതര മൃഗങ്ങളെയും അപേക്ഷിച്ച് മനുഷ്യൻ എന്തുകൊണ്ട് മെച്ചപ്പെട്ട ജീവിതം? ഇപ്പൊ പന്നികൾക്കും ഇതര ജീവികൾക്കും അവർ കഴിക്കുന്ന തറയിലാണ്, അവർ കിടന്നുറങ്ങുന്ന തറയിലാണ്. അവർക്ക് ഇങ്ങനെ ഇതുപോലെ വീടും കട്ടിലും ഒന്നും വെക്കാനുള്ള ബുദ്ധിയില്ല. അവരെ സംബന്ധിച്ച് അതാണ് അവരുടെ ജീവിതം. പക്ഷെ മനുഷ്യരാകുമ്പോൾ കുറച്ചുകൂടെ ഹൈ ലെവലിലാണ് അവരുടെ ജീവിതം. അവർക്ക് വീട് വെക്കുന്നു, മഴയിൽ നിന്നും വെയിലിൽ നിന്നും ഒക്കെ സംരക്ഷണം കൊടുക്കുന്നു. അവർക്ക് കുറച്ച് ബുദ്ധിശക്തി ഉള്ളതുകൊണ്ട് അവർ കാറിൽ യാത്ര ചെയ്യുന്നു. അങ്ങനെയൊക്കെ സൗകര്യങ്ങളുണ്ട്. അപ്പം ഇവിടെ പറയാണ് എന്തുകൊണ്ടാണ് മനുഷ്യർക്ക് ഇത്രയും സൗകര്യവും മൃഗങ്ങൾക്ക് താഴ്ന്ന സൗകര്യവും കൊടുത്തത്? അതിനും പ്രഭാകർ ഇവിടെ ഉദാഹരണം പറയുന്നത് ഒരു സ്ഥലത്ത് ഉദ്യോഗസ്ഥൻ. അപ്പോൾ ഒരു ആള് വലിയ ഉദ്യോഗസ്ഥൻ, ഒരാള് പ്യൂണായിരിക്കും, വേറൊരാള് മാനേജർ ആയിരിക്കും. അപ്പൊ പ്യൂണ് കൊടുക്കുന്ന സൗകര്യവും മാനേജർ പോസ്റ്റിൽ ഇരിക്കുന്ന ആൾക്ക് കൊടുക്കുന്ന സൗകര്യവും രണ്ടാണ്. അപ്പൊ മാനേജർ പോസ്റ്റിൽ ഇരിക്കുന്ന ആൾക്ക് ആ വ്യക്തിക്ക് വരാനും പോകാനും ഒക്കെ കാറ് കൊടുക്കുന്നു, കൂടുതൽ ശമ്പളം കൊടുക്കുന്നു. എന്തുകൊണ്ടാണ്? കാരണം ആ വ്യക്തിയുടെ ഉത്തരവാദിത്വം കൂടുതലാണ്. അതാണ് ഇവിടെ പറയുന്നത്. ഉന്നത സ്ഥാനീയനായ ഉദ്യോഗസ്ഥൻ ഉന്നത സ്വഭാവമുള്ള ചുമതല നിർവഹിക്കുന്നതുകൊണ്ടാണ്. അവർക്ക് അത്രയും ഉയർന്ന ചുമതല, അത്രയും ഉത്തരവാദിത്വം ആ വ്യക്തിക്കുണ്ട്. വിശക്കുമ്പോൾ വയർ നിറയ്ക്കുക എന്ന വ്യാപാരത്തിൽ മാത്രം മുഴുകിയിരിക്കുന്ന മൃഗത്തെക്കാൾ മനുഷ്യജന്മം സിദ്ധിച്ച ഒരാൾക്ക് ഉന്നത ചുമതല നിർവഹിക്കാനുണ്ട്. അപ്പൊ മനുഷ്യർക്ക് ഇത്രയും സൗകര്യങ്ങൾ തന്നതിന് കാരണം എന്താണ്? നമുക്ക് ഉയർന്ന കാര്യം ചെയ്യാനുണ്ട്. എന്നാൽ അത് മനസ്സിലാക്കാതെ നമ്മളും മൃഗത്തെ പോലെ ജീവിക്കുന്നതാണ്. അങ്ങനെയുള്ളവരാണ് ആത്മഹ. ഇതൊന്നും മനസ്സിലാക്കാതെ അവരും മൃഗം ജീവിക്കുന്ന പോലെ ആഹാര, നിദ്ര, ഭയം, മൈഥുനം. അപ്പൊ ആധുനിക മനുഷ്യരെന്താണ് ചെയ്യുന്നത്? ഈ കണ്ടുപിടുത്തവും ഇതെല്ലാം ചെയ്യുന്നത് എന്താണ്? ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും, എല്ലാം ഈ 4 കാര്യത്തിന് വേണ്ടിയാണ്. അവര് കുറച്ച് ലക്ഷൂറിയസ് ആയിട്ട് എനിക്ക് നല്ല ആഹാരം വേണം, നന്നായിട്ട് ഉറങ്ങണം, അല്ലെ? സന്തോഷം കിട്ടാനായിട്ട് എല്ലാവരും നെട്ടോട്ട് ഓടുകയാണ്. അപ്പൊ അവര് കണ്ടെത്തുന്ന സന്തോഷം ഈ മൃഗത്തിനെയും പക്ഷികളെയും പോലെ ഈ 4 കാര്യത്തിന് വേണ്ടിയാണ് സന്തോഷം നേടുന്നത്. ഇതല്ല. അങ്ങനെയുള്ളവർ എന്താണ്? അവർക്ക് ഈ കിട്ടിയ സൗകര്യത്തെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അവര് ഇവിടെ പറയുന്നു, വയറിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യാനുള്ള ആകാംക്ഷയ്ക്ക് വിരുദ്ധമായി അവൻ തൊഴിലില്ലായ്മ പ്രശ്നത്താൽ നിരന്തരം ഭയപ്പെടുത്തപ്പെടുന്നു. ഇത്തരം ഒരു അവസ്ഥ സംജാതമാകുന്ന തരത്തിലുള്ള പ്രകൃതി നിയമത്തിന്റെ ക്രൂരത. അപ്പൊ അവൻ അറിയുന്നില്ല എന്തിനാണ് ഈ മനുഷ്യജന്മം തരുന്നത് എന്നറിയാതെ അവൻ ഈ കഠിനാധ്വാനം ചെയ്യാണ്. ഒരു കഴുതയെ പോലെ. കഴുത എന്തിനാണ് കഠിനാധ്വാനം ചെയ്യുന്നത്? കഴുത ചിന്തിക്കുന്നത്, ഞാൻ ഈ ചുമലിൽ ഇത്രയും ഭാരം ചുമന്നുകൊണ്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് നല്ല ഭക്ഷണം കിട്ടും, നല്ല പുല്ല് കിട്ടും എന്നാണ്. പക്ഷെ കഴുതയ്ക്ക് അറിഞ്ഞുകൂടാ, ഈ ഭാരം ചുമന്നില്ലെങ്കിലും എല്ലായിടത്തും പുല്ലുണ്ട്, അതിന് പോയി അങ്ങ് കഴിച്ചാൽ മതി എന്നുള്ളത് അറിയില്ല. അതുപോലെ മനുഷ്യൻ ഇങ്ങനെ കഠിനാധ്വാനം ചെയ്യുകയാണ്. ഇങ്ങനെ കഠിനാധ്വാനം ചെയ്തിട്ട് പ്രകൃതിക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് അവര് പോകുന്നത്. കഴുതകളെയും പന്നികളെയും പോലെ കഠിനാധ്വാനം ചെയ്യുന്നതിന് വേണ്ടിയല്ല മനുഷ്യജന്മം നമുക്ക് നൽകപ്പെട്ടിട്ടുള്ളത്. മറിച്ച് ജീവിതത്തിൽ അത്യുന്നതമായ പരിപൂർണത നേടുന്നതിനാണ്. ആത്മജ്ഞാനത്തെ പറ്റി ജാഗരൂകരാകാത്ത പക്ഷം നമുക്കിഷ്ടമില്ലെങ്കിൽ കൂടി കഠിനാധ്വാനം ചെയ്യാൻ പ്രകൃതി നമ്മെ നിർബന്ധിക്കും. ഭാരം നിറച്ച വണ്ടി വലിക്കുന്ന കഴുതകളെയും കാളയെയും പോലെ മാനവ സമൂഹം ഒരു യുഗത്തിൽ കഠിനാധ്വാനം ചെയ്യാൻ നിർബന്ധിതരാകുന്നു. മരണശേഷം അസുരന്മാരെ അയക്കുന്ന ചില മേഖലകളാണ് ഈശോപനിഷത്തിലെ ഈ ശ്ലോകം വെളിവാക്കുന്നത്. ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് തന്റെ ചുമതലകൾ നിർവഹിക്കാൻ വീഴ്ച വരുത്തുന്ന പക്ഷം ദേഹാന്തര പ്രാപ്തിയുടെ അസുരഗ്രഹങ്ങളെ പ്രാപിക്കുകയും നികൃഷ്ടമായ ജീവി വർഗത്തിൽ ജനിച്ച് അജ്ഞതയിലും അന്ധകാരത്തിലും അകപ്പെട്ട് കഠിനാധ്വാനം ചെയ്യുന്നതിന് നിർബന്ധിതരാക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ സമൂഹത്തില് ഹാർഡ് വർക്കിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമായിട്ടാണ് പറയുന്നല്ലേ. അവൻ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്. പക്ഷെ എന്തിനാണ് അവൻ ഹാർഡ് വർക്ക് ചെയ്യുന്നത്? നമ്മളുടെ ആ ഹാർഡ് വർക്ക് അത് ഭഗവാന്റെ സേവനത്തിന് വേണ്ടിയാണെങ്കിൽ അത് പ്രയോജനമുണ്ട്. ഇല്ലെങ്കിൽ കഴുതയെ പോലെ അവൻ കിടന്ന് മാടുപോലെ പണിയെടുക്കുകയാണ്. ഒരു പ്രയോജനമില്ല. അങ്ങനെ പണിയെടുത്താൽ തന്നെ അവൻ അടുത്ത ജന്മം ഒരു അന്ധകാരത്തിലേക്ക്. കാരണം ഇത്രയും അപൂർവമായി കിട്ടിയ ഒരു മനുഷ്യ ജന്മം കിട്ടിയിട്ട് അത് കാളേനെയും കഴുതേനെയും പോലെ
കഠിനാധ്വാനം ചെയ്ത് നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ളവൻ എവിടാ പോവുക? അസുരഗ്രഹത്തിലോ അല്ലെങ്കിൽ നികൃഷ്ട ജീവി വർഗത്തിൽ ജനിക്കും. അങ്ങനെ ആ അന്ധകാരത്തിൽ കടന്ന് വീണ്ടും കഠിനാധ്വാനം ചെയ്യേണ്ടി വരും. ഇനി അടുത്ത പാരഗ്രാഫിൽ 29ാമത്തെ പേജില് അവസാനത്തെ പാരഗ്രാഫിൽ പറയുന്നത് നമ്മുടെ 6ാമത്തെ ശ്ലോകം. കഴിഞ്ഞ ശ്ലോകത്തിലും അത് പറഞ്ഞു. ഇപ്പൊ വീഴ്ച സംഭവിച്ചാൽ ഈ ഭക്തിയുത സേവനം ആത്മസാക്ഷാത്കാരത്തിന്റെ പാതയിൽ പ്രവർത്തിക്കുമ്പോൾ എവിടെങ്കിലും ഒരു നഷ്ടം, വീഴ്ച അവർക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചില്ലെങ്കിൽ അതിലൊരു നഷ്ടവുമില്ല. ശുചീനാം ശ്രീമതാം ഗേഹേ. അപ്പൊ അങ്ങനെയുള്ളവൻ എങ്ങനെയുള്ള ജന്മമായിരിക്കും അടുത്ത ജന്മം കിട്ടുക? നല്ല സംസ്കാര സമ്പന്നനായ ബ്രാഹ്മണരുടെയോ വൈശ്യരുടെയോ ഗ്രഹത്തിൽ ജനിക്കാം. അതായത് നമ്മളിപ്പം കൃഷ്ണാബോധം ചെയ്യാണ്. കൃഷ്ണാബോധം ചെയ്ത് പെട്ടെന്നാണ് നമുക്ക് കുറച്ചു നാളെ കൃഷ്ണാബോധം ചെയ്യാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ ആ കൃഷ്ണാബോധം ചെയ്ത ആ സമയത്തുള്ള സുഹൃതി കൊണ്ട് നമുക്ക് ഒന്നുകിൽ സ്വർഗത്ത് പോകാം, അല്ലെങ്കിൽ നമ്മളൊരു സമ്പന്ന കുടുംബത്തിൽ ജനിക്കാം. ഇനി ഞാൻ ഒരുപാട് നാള് കൃഷ്ണാബോധം ചെയ്തു, നമ്മുടെ ഈ ജീവിതത്തില് കഠിനാധ്വാനം ചെയ്ത് നമ്മൾ നല്ല രീതിയിൽ കൃഷ്ണാബോധം ചെയ്തിട്ടുണ്ട്, പക്ഷെ അവസാനം വീഴ്ച സംഭവിച്ചാൽ അവൻ അടുത്ത ജന്മം ഒരു വൈഷ്ണവ കുടുംബത്തിലായിരിക്കും ജനിക്കുക. ഇനി 100% കൃഷ്ണാബോധം ചെയ്തു, എവിടെ പോവും? പിന്നെ ജനിക്കേണ്ടി വരില്ല. അപ്പൊ ഈ 3 എണ്ണമാണ്. 100% കൃഷ്ണാബോധം ചെയ്ത പിന്നൊരു ജനനമില്ല, ജനനമരണം ഇല്ലാത്ത തലത്തിലേക്ക് ഉയരും. ഇനി ഞാൻ ഒരു 80% 90% ചെയ്തു എന്നുണ്ടെങ്കിൽ അവൻ അടുത്ത ജന്മം ഒരു വൈഷ്ണവനായി ജനിക്കാം. എന്നാൽ എനിക്ക് കുറച്ചു കാലത്തേക്ക് എനിക്ക് കൃഷ്ണാബോധം ചെയ്യാൻ സാധിച്ചോളൂ എന്നുണ്ടെങ്കിൽ എന്നാലും അവന് സ്വർഗത്തിലും പോകാം, അല്ലെങ്കിൽ നല്ല ധനികന്റെ കുടുംബത്തിലോ അല്ലെങ്കിൽ നല്ല സംസ്കാര സമ്പന്നമായിട്ടുള്ള ബ്രാഹ്മണന്റെയോ വൈശ്യരുടെയോ ഏതെങ്കിലും കുടുംബത്തിൽ ജനിക്കാം. കാരണം ആ ഒരു സാഹചര്യത്തിൽ കൃഷ്ണാബോധം ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലായിരിക്കും ജനിക്കുക. ഇനി അവസാനത്തെ പേജില് ഈശ്വരനുമായുള്ള ബന്ധം സാക്ഷാത്കരിക്കുന്നതിൽ പരാജയപ്പെട്ട ഒരു വ്യക്തിക്ക് തന്റെ പൂർവ്വജന്മത്തിലെ ആത്മപരിശ്രമം നിമിത്തം അടുത്ത ജന്മത്തിൽ ഉത്തമമായ അവസരം ലഭിക്കുന്നു. ശ്രമം നടത്താൻ പോലും മുതിരാതെ മായാമോഹിതരായി ഭൗതിക സന്തുഷ്ടമായ അത്യാസക്തി പുലർത്തുന്ന ഏതൊരാളും വൈദിക സാഹിത്യത്തിൽ സ്ഥിരീകരിച്ചിട്ടുള്ളതുപോലെ അന്ധകാര നിബദ്ധമായ നരകലോകം എത്തുന്നു. അപ്പൊ അതാണ്, നമ്മൾ ട്രൈ ചെയ്തു പക്ഷെ ഫെയിൽ ആയെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, അതിന് പറ്റിയ ഒരു ഉത്തമ ജന്മമായിരിക്കും കിട്ടുക. എന്നാൽ അതിന് ട്രൈ പോലും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, മായയ്ക്ക് അടിമപ്പെട്ടിരിക്കുകയാണെങ്കിൽ എന്താണ്? അവൻ അന്ധകാരത്തിൽ മായ നരകലോകത്തിൽ എത്തുന്നു. ഭഗവത്ഗീതയിലെ അത്തരം വ്യക്തികളെ ആത്മസംഭാവിത എന്ന് ശകാരിക്കുന്നുണ്ട്. ഇതിനർത്ഥം വഞ്ചനയുടെയും സ്വന്തം ധനശേഷിയുടെയും സ്വാധീനത്തിൽ അജ്ഞരായ ജനങ്ങളുടെ വോട്ടുകളിൽ കൂടി അധികാരസ്ഥാനത്തെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അവർ മഹാന്മാരായി മുദ്രപ്പെടുത്തിയിട്ടുള്ളത്. അത്തരം അസുരന്മാർ ആത്മസാക്ഷാത്കാരത്തിന്റെ ഈശാവാസ്യ ജ്ഞാനത്തിന്റെ അഭാവത്തിൽ ഏറ്റവും അന്ധകാരപൂർണമായ പ്രഭാവത്തിൽ ഏറ്റവും അന്ധകാരപൂർണമായ പ്രദേശങ്ങളിൽ എത്തിച്ചേരുന്നു. അപ്പൊ ഇന്ന് സമൂഹം ഉയർത്തി നിൽക്കുന്ന വ്യക്തിയായിരിക്കും. അപ്പൊ നമ്മൾ ഈ ശാസ്ത്രത്തിലൂടെ മനസ്സിലാക്കുക, നമ്മൾ എല്ലാ കാര്യങ്ങളും ശാസ്ത്രത്തിൽ കൂടെ കാണുക. മറ്റുള്ളവർ പറയുന്നതല്ല നമ്മൾ കേൾക്കണം. മറ്റുള്ളവരുടെ കണ്ണിൽ ആ വ്യക്തി വലിയ ഉയർന്ന സ്ഥാനത്ത് നിൽക്കുന്നതായിരിക്കും. അതാണ് ഇവിടെ പറയുന്നത്. അവരെ ഒരു ഉയർന്ന സ്ഥാനത്ത് നിന്നത് ഒരാളെ വഞ്ചിക്കുകയും അവരുടെ പൈസയുടെ ബലത്തിലും ഒക്കെ ആ സ്ഥാനത്ത് നിന്ന് ആളുകളുടെ വോട്ടും വാങ്ങിച്ച് അധികാരത്തിൽ ഇരുന്ന് ബാക്കിയുള്ളവരുടെ ജയിയൊക്കെ വിളിയൊക്കെ കേട്ട് നിൽക്കുമായിരിക്കും. പക്ഷെ അതൊക്കെ എന്താണ്? അവൻ അന്ധകാരത്തിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ചിലപ്പം നമ്മൾ ചോദിക്കാറില്ലേ, എന്താണ് ദൈവമേ ഇത്രയും അഴിമതിയും ചതിയും വഞ്ചനയൊക്കെ കാണിച്ചിട്ട് അയാൾ ഇരിക്കുന്ന നോക്ക്, നല്ല രീതിയിൽ ജീവിച്ചാൽ നമുക്ക് സംഭവിക്കുന്ന നോക്ക് എന്ന് ആൾക്കാർ ഇങ്ങനെ പറയാറുണ്ട്. പക്ഷെ നമുക്കിപ്പം മനസ്സിലായല്ലേ, നമുക്ക് മനസ്സിലായി കർമ്മഫലം വെച്ച് ഇപ്പൊ അയാള് നേരത്തെ ചെയ്ത പുണ്യത്തിന്റെ ഫലം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈശാവാസ്യം പറയുന്നു അങ്ങനെ ചെയ്തിട്ട് എന്ത് പ്രയോജനം? അന്ധകാരത്തിലേക്കാണ് അയാൾ പോയിക്കൊണ്ട്. അയാളുടെ ഫ്യൂച്ചർ എന്താന്ന് നമുക്ക് ശാസ്ത്രത്തിലൂടെ മനസ്സിലാക്കി. പക്ഷെ എന്നാൽ ശാസ്ത്രം അനുസരിച്ച് ജീവിക്കുന്നവൻ ഭൗതികമായിട്ടുള്ള കണ്ണുകളിൽ നമ്മൾ കുറച്ച് താഴ്ന്ന ലെവലാണെങ്കിലും നമുക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു മനുഷ്യൻ ചെയ്യേണ്ട ഏറ്റവും ഉയർന്ന ധർമ്മമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അത് നമുക്ക് ശാസ്ത്രത്തിലൂടെ മനസ്സിലാക്കാം. ഇതിന്റെ ചുരുക്കം എന്തെന്നാൽ
മനുഷ്യജന്മം കേവലം സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി മാത്രമുള്ളതല്ല. പ്രകൃതി നിയമങ്ങൾ നമുക്കുമേൽ ഏൽപ്പിക്കുന്ന എല്ലാ ഭൗതിക ജീവന പ്രശ്നങ്ങളും പരിഹരിക്കാനുള്ളതാണ്. അപ്പം പ്രകൃതിയിൽ നിന്ന് നമുക്ക് ഈ ജീവിത പ്രശ്നങ്ങൾ എന്തുകൊണ്ടുണ്ടാകുന്നു, അത് പരിഹരിക്കാനുള്ള സൊല്യൂഷൻ അതും നമുക്ക് ശാസ്ത്രം പറഞ്ഞിട്ടുണ്ട്. കൃഷ്ണാബോധപരമായി അകർമ്മത്തിലൂടെ ജീവിക്കൂ, പിന്നെ നമ്മളെ ഇത് ബാധിക്കില്ല. അല്ലാതെ സാമ്പത്തിക മാന്ദ്യവും സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കാനല്ല ഈ മനുഷ്യജന്മം തന്നിരിക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മളുടെ 1, 2, 3. അപ്പൊ ഒന്നാമത്തെ മന്ത്രത്തിൽ ഈശാവാസ്യം എന്താണെന്ന് പറഞ്ഞു. എല്ലാത്തിന്റെ നിയന്താവും ഉടമസ്ഥനും ഭഗവാനാണ്. നമ്മൾ ആ ഭഗവാനെ നമുക്ക് ഭഗവാൻ തന്നിട്ടുള്ളത് അർഹിക്കുന്ന എന്താണോ അത് സ്വീകരിച്ച് നമ്മൾ ജീവിക്കാന്ന് പറഞ്ഞു. രണ്ടാമത്തെ മന്ത്രത്തിൽ അതനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ എന്തായിരിക്കും അതനുസരിച്ച് ജീവിച്ചാൽ, ഈശാവാസ്യം അനുസരിച്ച് ജീവിച്ചാൽ ഈ ഭൗതിക ഇതിൽ നിന്ന് മോശം, അതുപോലെ മൃത്യു ഭഗവാനിൽ എത്താൻ കഴിയും. ഭഗവാനിലേക്ക് എത്താൻ സാധിക്കും. ജനന മരണം പിന്നെ ഉണ്ടാകില്ല. എത്ര വർഷം വേണമെങ്കിൽ 100 വർഷം ജനിച്ചാലും കുഴപ്പമില്ല. ഇനി അഥവാ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് അടുത്തത് മനുഷ്യജന്മം തന്നെ ലഭിക്കുമെന്ന് പറഞ്ഞു. ഇനി മൂന്നാമത്തെ മന്ത്രത്തിൽ പറഞ്ഞ എന്താണ്? ഈ ഈശാവാസ്യം അനുസരിക്കാതെ ജീവിക്കുന്നവൻ അവൻ ആത്മാവിനെ കൊല്ലുന്നവനാണ്. അവൻ ഇത്രയും സൗകര്യമുള്ള ഒരു ശരീരം കിട്ടിയിട്ടും തന്റെ ഉത്തരവാദിത്വം, തന്റെ കടമ ചെയ്യാതെ അവൻ ആത്മാവിനെ കൊല്ലുന്നു. അങ്ങനെയുള്ളവൻ അന്ധകാരത്തിലേക്കും നികൃഷ്ടമായിട്ടുള്ള ജീവിയായിട്ടും ആസുര തലത്തിലുള്ള കഠിനാധ്വാനം ചെയ്യുന്ന ലോകങ്ങളിലേക്ക് അവൻ പതിക്കും. പിന്നെ നമ്മൾ ഒരു ഉപമ കണ്ടല്ലേ, നമ്മുടെ ഈ മനുഷ്യ ശരീരം എന്ന് പറയുന്ന ഒരു ബോട്ട് പോലെയാണ്. ഭൗതിക ലോകം എന്ന് പറഞ്ഞ ഒരു കടലാണ്. പിന്നെ ഈ ബോട്ടിനെ നിയന്ത്രിക്കാൻ നമുക്ക് ഭഗവാൻ ആചാര്യന്മാരായിട്ടും ശാസ്ത്രമായിട്ടും തന്നിട്ടുണ്ട്. നമ്മുടെ ഈ ശരീരത്തിലെ എല്ലാ ഫെസിലിറ്റീസും നമുക്ക് അനുകൂലമായ കാറ്റ് പോലെയാണ്. ഇത്രയൊക്കെ സൗകര്യവും തന്നിട്ട് നമ്മൾ ഭഗവാനെ കുറിച്ച് ചിന്തിച്ചില്ല എന്നുണ്ടെങ്കിൽ അവനാണ് ആത്മാവിനെ കൊല്ലുന്നവൻ എന്ന് പറഞ്ഞു. ഇതെല്ലാം നമ്മൾ കണ്ടു. ഹരേ കൃഷ്ണ. ഇത്രയേ ഉള്ളൂ നമ്മള്. അപ്പം മന്ത്രം 1, 2, 3. അപ്പൊ ഇന്ന് 2, 3 കഴിഞ്ഞു. അടുത്ത ആഴ്ച നമുക്ക് 4, 5 നോക്കാം. എല്ലാം കുറച്ചേ ഉള്ളൂ. കണ്ട, 4-മത്തത് 2 പേജേ ഉള്ളൂ, 5-മത്തത് 3 പേജേ ഉള്ളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അറ്റൻഡൻസ് എല്ലാരും മാർക്ക് ചെയ്തിട്ടുണ്ടോ? ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ? എല്ലാരും ഒന്ന് മാർക്ക് ചെയ്തോളൂ. ഹരേഷം മാതാജി, ഞാൻ ചെയ്തിട്ടില്ല. മാതാജി ഇന്നലെ ചെയ്തിരുന്നോ? ഇന്നലെ ചെയ്തിരുന്നു. മാതാജി ഇന്ന് ഞാൻ വീട്ടിലല്ല, പുറത്ത് നിന്നിട്ടാണ് ഞാൻ ഇത് കേട്ടോണ്ടിരുന്നതേ. ഓക്കെ. മാതാജി ചെയ്യാൻ പറ്റുമോ? ചാറ്റ് ബോക്സിൽ ശ്രീജ മാതാജി ഇട്ടിട്ടുണ്ട്. നോക്കട്ടെ കേട്ടോ.